കുർബാനയ്ക്ക് കഷ്ടപ്പെടാതെ കുർബാനയിൽ പങ്കെടുത്താൽ അത് കഷ്ടമില്ല. കാരണം കുർബാനയാകാൻ വേണ്ടി ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് 30 വർഷം അതിനുവേണ്ടി ഒരുങ്ങി. 3.5 വർഷം ആ കുർബാന എന്താണ് തീരണമെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചുറ്റി സഞ്ചരിച്ചു. ഈ കുർബാനയിലാകുന്നവനിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ലോകത്തെ വെളിപ്പെടുത്തി. കുർബാന അത് ഉയർപ്പിന്റെ അനുഭവമാണ്. കുർബാന അത് സൗഖ്യത്തിന്റെ അനുഭവമാണ്. കുർബാന അത് ആശ്വസിപ്പിക്കുന്നതിന്റെ അനുഭവമാണ്. കുർബാന അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഭവമാണ്. കുർബാന പാപബന്ധനങ്ങളിൽ നിന്ന് കൃപയിലേക്കുള്ള കടന്നുവരവാണ്. അവൻ ജീവനോടെ നടന്ന് കുർബാനയായിട്ട് അവൻ ചുറ്റും കാണിച്ചു കൊടുത്തു. ഇതാണ് കുർബാനയാകുന്ന ജീവിതം. ഇങ്ങനെയാകുന്ന കുർബാന അനുഭവത്തിന് വേണ്ടി 3.5 വർഷം നടന്നു. അതിനുശേഷം ആ കുർബാനയുടെ ഏറ്റവും അടുത്ത ബലിയർപ്പണത്തിന് വേണ്ടി ഒരു ദിവസത്തിന്റെ തലേന്നൊരു രാത്രി മുതൽ പിറ്റേന്നൊരു 3 മണി വരെയുള്ള സമയം ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ കഷ്ടതകളിലൂടെ, ദുഃഖവെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം ധ്യാനിക്കേണ്ടതൊന്നല്ലത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കാണുമ്പോൾ മാത്രം പാഷനെ കുറിച്ച് ചിന്തിക്കുന്നതല്ലത്. മറിച്ച് ആ അനുഭവമാണ് ഓരോ ദിവസവും ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്നത്. അത് കഷ്ടപ്പെടണം. കുർബാനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വന്ന് കുർബാനയെ അർപ്പിക്കുമ്പോൾ നീയും ഞാനും ഒക്കെ കുർബാനയായിട്ട് മാറുകയാണ്. ഈ കുർബാന അനുഭവം മാത്രമാണ് നമുക്ക് കൃപയുള്ള കുർബാനാനുഭവം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖമുണ്ടായതിൻ്റെ പേരിൽ നാട്ടിലെ ആരെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ പോയി നിന്നതുകൊണ്ടോ അസുഖമൊന്നും ആരുടെയും മാറിയിട്ടില്ല. അത് നമുക്കറിയാം. ശരീരത്തിനൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടറെ കാണണമെന്നും മരുന്ന് മേടിക്കണമെന്നും കഴിക്കണമെന്ന് പറയാം. എന്നാൽ എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണത്തെ അത് കൃത്യമായി ഒരുക്കത്തോടുകൂടി സ്വീകരിക്കുന്നതിന് പകരം ഞാൻ കരുതുന്നത് അവിടെങ്ങാനും വന്ന് നിന്നാലും മതി, ഇവിടെങ്ങാനും നിന്നാലും മതി. പള്ളിയിൽ പോയോ എന്ന് ചോദിച്ചാൽ പള്ളിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയോ നിന്നപ്പോൾ അത് പള്ളിയിൽ പോയി എന്നുള്ളൊരു വലിയ വിശാല വിശ്വാസം നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ ഓർക്കുക, ആ വിശാല വിശ്വാസമല്ല പള്ളിക്കുള്ളിലേക്ക് കയറി വന്ന് വിശുദ്ധ സ്വീകരിക്കുന്ന ആ അനുഭവത്തിലേക്ക് വരണം. അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. ഓരോ തവണയും പരിശുദ്ധ കുർബാന അനുഭവം സ്വന്തമാക്കുന്ന നമ്മുടെ മനോഭാവത്തിൽ ഇതൊന്ന് ചേർത്ത് വെക്കണം. യോഗ്യതയോടുകൂടി മാത്രമായിരിക്കണം ഞാൻ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. അങ്ങനെയല്ലാത്തവർ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ദിവസവും നമ്മൾ ഈ വചനം വായിക്കുകയും അന്നേരം വന്ന് കുമ്പസാരിച്ചിട്ട് കുർബാന സ്വീകരിക്കുക, വീണ്ടും കുമ്പസാരിക്കുക, അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈശോ കൂടെ ഉള്ളത് കൊണ്ട് കുർബാന സ്വീകരണ ശേഷം ഇത് നമ്മൾ വീണ്ടും വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇത് വായിക്കാൻ ആഗ്രഹിക്കുന്ന എപ്പോഴാണ്? കുമ്പസാരത്തിന് മുമ്പ് വായിച്ചു, പാപമെല്ലാം കൂടെ ഡംപ് ചെയ്തു, പിന്നെ അടുത്ത കുമ്പസാരത്തിനും ആ സമയത്തോടടുക്കുമ്പോൾ നമ്മൾ ഇത് പ്രത്യേകം ഓർക്കും. അങ്ങനെയല്ല. വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം നമ്മൾ എപ്പോഴും ഇത് ആവർത്തിച്ച് വായിക്കണം ഈ ഭാഗം. അതെന്തിനാണെന്നറിയാമോ? ഞാൻ വസിക്കുന്ന ഈശോയോടൊപ്പം എനിക്ക് വസിക്കുന്നതിൽ, എന്നിൽ വസിക്കുന്ന ഈശോ എപ്പോഴും എന്നോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കണം. പക്ഷെ ഞാൻ അവനിൽ വസിക്കുമ്പോൾ ആ വസിക്കുന്ന എൻ്റെ ജീവിതം എപ്പോഴും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു ധ്യാനം നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ഒരുപക്ഷെ നമ്മൾ ഒറ്റയടിക്ക് ചിന്തിക്കും, അല്ലേ? നമ്മൾ അത്രമാത്രം ഇഴയടുപ്പത്തോടുകൂടി നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശ. നമുക്കറിയാം, പരിശുദ്ധ സഭ തൻ്റെ മക്കളെ ചേർത്ത് നിർത്തുന്നത് ഈ ബലിപീഠത്തോട് ചേർത്താണ്. പരിശുദ്ധമായ ബലിപീഠത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കുരുകിൽ പക്ഷി മീവൽ പക്ഷിയും ബലിപീഠത്തിൻ്റെ അടുത്ത് ഒരു കൂട് കൂട്ടാൻ ആഗ്രഹിക്കുന്നത് പോലെ സഭാ മക്കളായ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ കൃപാപൂർണമായ തിരുശരീര രക്തങ്ങളാൽ നിത്യജീവനിലേക്കും പാപപരിഹാരത്തിലേക്കും വിശുദ്ധിയിലേക്കും വിളിക്കപ്പെടുന്ന ഒരു ഏറ്റവും ശ്രേഷ്ഠമായ കൂദാശ എന്ന് പറയുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയാണ്. ഈ ബലിപീഠം എന്തിൻ്റെ സൂചനയാണ്? അല്ലെങ്കിൽ ഏത് ദേവാലയത്തിലെയും
പരിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്ന കത്തോലിക്ക സഭയുടെ ഭാഗമായ എല്ലാ റീത്തുകളിലെയും ബലിപീഠം എന്തിൻ്റെ സൂചനയാണ്? കാൽവരി യാഗപീഠത്തിൻ്റെ സൂചനയാണ്. കാൽവരിയിലെ യാഗപീഠത്തെയാണ് അത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ ഒരു ക്ലാസ് കേൾക്കുന്ന ആ മനോഭാവത്തിൽ ഇങ്ങനെ കേൾക്കണം. കാരണം ഇത് കഴിയുമ്പോൾ കുർബാനയെക്കുറിച്ചുള്ള കൃത്യമായൊരു ബോധ്യം നമുക്കുണ്ടാവുകയും ഈ ബോധ്യം വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ കേട്ട എല്ലാ കാര്യങ്ങളെയും ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റൂ. കുർബാനയെക്കുറിച്ച് ഒരാൾക്ക് അജ്ഞതയാണെങ്കിൽ പിന്നെ മറ്റ് ഒന്നും ആ വ്യക്തിക്ക് മനസ്സിലാവുകയില്ല. കാരണം ഈ കുർബാനയാകാൻ വേണ്ടി മാത്രമാണ് കർത്താവ് ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നതും ഈ പാടുപീടുകളെല്ലാം സഹിച്ചതും നമുക്ക് വേണ്ടി ബലിയായി തീർന്നതും. അപ്പോൾ കുർബാനയെക്കുറിച്ച് നമുക്കൊരു അജ്ഞതയുണ്ടെങ്കിൽ അത് തീർച്ചയായും ഈശോയെക്കുറിച്ച് തന്നെയുള്ള അജ്ഞതയാണ്. കാരണം മറ്റു കൂദാശകളൊക്കെ സ്വീകരിക്കുമ്പോൾ നമുക്ക് കൃപാവരം ലഭിക്കുന്നു, ഇല്ലേ? മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കുമ്പസാരത്തിലൂടെയും രോഗീലേപനത്തിലൂടെയും വിവാഹത്തിലൂടെയും കൃപാവരത്തെ നാം സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം നിറയപ്പെടുന്നു. നമുക്ക് ഗ്രേസ് ആണ് കിട്ടുന്നെങ്കിൽ വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ നമ്മൾ ആരെയാണ് സ്വീകരിക്കുന്നത്? ഈശോയെ നമ്മൾ നേരിട്ട് ഈശോയെ സ്വീകരിക്കുന്ന കൂദാശയാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഈശോയെ സ്വീകരിച്ച് ഇരിക്കുന്നവരാണ് ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എന്താണ് പറഞ്ഞത്? വിശുദ്ധ കുർബാനയെക്കുറിച്ച് നിങ്ങൾ ഇത്രയും പേർക്കാണ് ഇന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിൽ. അപ്പം നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇത്രയും ആളുകൾ വിശുദ്ധ കുർബാനയിൽ നാളെ മുതൽ പങ്കെടുക്കുമ്പോൾ ഈ കേട്ട കാര്യത്തിൻ്റെ ആ ഒരു ബോധ്യത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തുടങ്ങുന്നു. മറ്റുള്ളവർ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും സ്കാൻഡലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകാത്ത വിധത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ശരിയാണോ? പറഞ്ഞു കൊടുക്കുമോ? പറഞ്ഞു കൊടുക്കും. ആമേൻ ഹല്ലേലൂയ. പറഞ്ഞു കൊടുക്കൂ എന്നുള്ളവരെല്ലാവരും പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇന്നത്തെ ദിവസം കുത്തിയിരുന്ന് എന്താ എഴുതി കൂട്ടിയെന്നറിയാമോ? ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു എഴുതി കൂട്ടിയത്. കാരണം വെറുതെ കുറച്ച് കാര്യങ്ങൾ കുർബാനയെക്കുറിച്ച് ഇപ്പം നിങ്ങളോട് അറിയാമെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? നമുക്ക് കുർബാനയെക്കുറിച്ച് എല്ലാം അറിയാം, അല്ലേ? കുർബാന എന്തുവാ? എന്താണ് ഒരാൾ പറഞ്ഞേ? കുർബാനയെക്കുറിച്ച് അറിയാമെന്ന് ഒരാൾ പറഞ്ഞേ, എന്തായിരിക്കും കുർബാന? നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലൊന്ന് പറഞ്ഞേ, എന്താ കുർബാന? എന്തുവാ പറഞ്ഞു? ബലി അർപ്പണം, അത്രയും മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ, അല്ലേ? ബലി അർപ്പിക്കുകയാണ്. അത് അതിൻ്റെ ഏറ്റവും ഒരു ലിറ്റററി ഫോമിൽ പറഞ്ഞ ബലി എന്ന് പറഞ്ഞാൽ പിന്നെ ബലി എടുത്ത് അർപ്പിക്കുന്നു. ഒരാൾക്ക് അല്ലേ എന്തെങ്കിലും ഒരു സാധനം ദൈവിക സാന്നിധ്യത്തിൻ്റെ ഒരു പ്രത്യേകമായി സാക്രിഫൈസ് ചെയ്യുന്നതിനെയാണ് നാം ബലി അർപ്പണം എന്ന് പറയുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നല്ലേ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, അല്ലേ? ഒരു 10-12 വയസ്സായപ്പം വിശുദ്ധ കുർബാന സ്വീകരിച്ചു. നമ്മൾ കുർബാന സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും. ഈ കുർബാന സ്വീകരണങ്ങൾ, ഞാനതാ പറഞ്ഞത്, ഈ കാര്യങ്ങൾ കേൾക്കുമ്പം ഒരു ക്ലാസ്സിലിരുന്ന് കേൾക്കുന്ന മനോഭാവത്തിൽ കേൾക്കുക. ഒരു സാധാ കൺവെൻഷൻ പ്രസംഗം ഇങ്ങനെ പറയുന്നത് പോലെ ചിന്തിക്കണ്ട. ഓരോ ഭാഗവും പാർട്ടായിട്ട് മനസ്സിലാക്കുക. അനുദിന ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിൽ നമുക്കുള്ള ഒരു 2 സവിശേഷമായ പ്രത്യേകത എന്താണെന്നറിയാമോ? വിശുദ്ധ കുർബാനയിൽ ഭക്തിയുള്ളവരെല്ലാവരും ഒന്ന് കൈ ഉയർത്തിക്കേ. വിശുദ്ധ കുർബാനയോട് ഭക്തിയുള്ളവർ ഒരുമാതിരി എല്ലാവരും തന്നെ ഉണ്ട്. ചിലർ കേട്ടിട്ടും മനസ്സിലായിട്ടില്ലേ, ഭക്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതോട് കൈ ഉയർത്താത്തവരുണ്ടാകാം. അമ്മച്ചിയൊക്കെ ബോധമുള്ള എല്ലാവർക്കും അറിയാം ഭക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ വിശ്വാസമുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. ദിവ്യകാരുണ്യത്തിൽ വിശ്വാസമുള്ളവർ പൂർണ്ണമായിട്ട്. പക്ഷേ കൈ ഉയർത്തിയിരുന്ന ഒത്തിരി പേരുണ്ടെങ്കിൽ തന്നെ ആ വിശ്വാസത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല, ഭക്തി നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ കാണാറുള്ള സംഗതിയാണ്, ഈ ആവശ്യമില്ലാതെ അവിടെ ഇവിടെ എല്ലാം പോയി നമ്മുടെ യുവജനങ്ങളും നമ്മുടെ യുവതി-യുവാക്കൾ അതുപോലെ അമ്മമാരും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു മോൺസ്റ്ററിലേക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കഴിയുമ്പോൾ, അരുളിക്കായിലെടുത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ഈ കോഴി രാത്രിയാകുമ്പോൾ കോഴിക്കൂടും കോഴിയൊക്കെ ഉണ്ടായിരുന്നവർക്കറിയാം, സന്ധ്യയാകുമ്പോൾ വന്ന് കൂട്ടിക്കയറുന്ന പോലെ എല്ലാവരും വന്ന് ഇതിനകത്ത് അങ്ങ് നിറയും. കാരണം വിശുദ്ധ കുർബാന ഇവിടെ എഴുന്നള്ളിച്ചുമ്പോൾ ഒരു ഭക്തിയുണ്ട്. പക്ഷേ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്ന കുർബാനയിലേക്ക് നമ്മൾ വരുമ്പോൾ അന്നേരം 50 പേര് തികച്ചില്ല. പക്ഷെ വിശുദ്ധ കുർബാന എഴുന്നള്ളിപ്പിച്ച് വെക്കുമ്പോൾ ഒത്തിരി പേരുണ്ട്. കാരണം ഭക്തി എന്നത് ഒരു ഇമോഷണലായിട്ട് നമുക്ക് സുഖം നൽകുന്ന കാര്യമാണ്. കുരിശിൻ്റെ വഴിക്ക് പള്ളിയിൽ ഒരിക്കലും കയറാത്തവരെല്ലാം അത് എല്ലാ വർഷത്തെയും കുരിശിൻ്റെ വഴിക്കുണ്ടാവും.
പക്ഷെ പിന്നീട് അവരെ നമ്മൾ കാണുന്നേ ഇല്ല. കാരണം അവർ കർത്താവിനെ അടക്കുന്ന ഒരു ഭക്തകർമ്മത്തിലേ ഉള്ളൂ. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ കർത്താവിനെ അവരെ കൂട്ടത്തില്ല. കാരണം അവൻ കൂടെ ഉണ്ടാകും. അടക്കാനായിട്ടായതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച രാവിലെ അവർ വന്നത്. കാരണം അടക്കിയിട്ടങ്ങ് പോവാണ്, പിന്നൊരു ശല്യം ഉണ്ടാവരുത്. അപ്പോൾ ഉയർപ്പിക്കപ്പെട്ടാൽ അന്ന് പിന്നെ വരാൻ പാടില്ല. കാരണം എന്താ, ഉയർപ്പിക്കപ്പെടുമ്പോൾ അവൻ കൂടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഭക്തിക്ക് ഒരു എളുപ്പമാണ്. ഭക്തിക്ക് കുറെ കാര്യങ്ങൾ കാണിച്ചാൽ മതി. പക്ഷെ വിശ്വാസത്തിന് കാര്യങ്ങളല്ല, അതൊരു അനുഭവമായിട്ട് മാറണം. അത് പ്രഘോഷിക്കാൻ ഉതകുമ്പോഴും അത് വാക്കുകളിലേക്ക് കൊണ്ടുവരണം. വിശുദ്ധ കുർബാന പിന്നെ നമുക്കറിയാം, ഈ യഥാർത്ഥമായും എൻ്റെ ജീവിതത്തിലേക്ക് ഈ നിത്യജീവൻ്റെ അപ്പം വരുന്നുവെന്ന് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി ചിന്തിച്ച് തുടങ്ങുന്ന സമയം മുതൽ ആ വ്യക്തിയുടെ ബലിയർപ്പണങ്ങൾ മറ്റൊരു വ്യക്തിയുടെ ബലിയർപ്പണം പോലെ അല്ല. അത് ഓരോ ദിവസവും ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിനോട് സംസാരിക്കുന്ന അനുഭവത്തിലേക്കുള്ള കടന്നുവരവാണ്. കാരണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് മനസ്സിലാവുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കതിലൊരു ദുഃഖം എന്തായാലും ആവശ്യമില്ല. കാരണം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 56-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായി പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. 60-ാം വാക്യത്തിൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് സാധിക്കും? തൻ്റെ ശിഷ്യന്മാർ പെറുപിറുക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാവുന്നുണ്ടോ? ഇടർച്ച വരുത്തുന്നുവോ? കാരണം വിശുദ്ധ കുർബാനയെ 63-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനും. ആത്മാവിനാൽ നിറയപ്പെട്ട് ആത്മാവിൻ്റെ നിറവിൽ ഒരു വ്യക്തിക്ക് കുർബാനയിലേക്ക് നോക്കുമ്പോൾ മാത്രമേ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഈ ജീവന്റെ അപ്പമായ ക്രിസ്തു എന്നിലേക്ക് വരുന്നത് മനസ്സിലാക്കാൻ പറ്റൂ. കർത്താവ് ഈശോ മിശിഹായിക്ക് പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ കുർബാനയെ വിശദീകരിച്ചു കൊടുത്തിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കുർബാനയായവൻ തന്നെ ആ കുർബാനയെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടും കുറെ ആളുകൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾക്കും കുർബാനയെക്കുറിച്ച് ഒരു അജ്ഞതയുണ്ട് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്ന കുർബാന എന്ന് പറയുന്നത് പള്ളിയിൽ വന്ന് ലിറ്റർജിക്കലി നടത്തുന്ന ബലിയർപ്പണത്തിൻ്റെ ബാഹ്യരൂപങ്ങളെ എല്ലാമാണ് നാം കുർബാന എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള വലിയ സത്യത്തെ, സമർപ്പണത്തെ, ഒന്നിച്ചു ചേരലിനെ പലപ്പോഴും നമുക്ക് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് നമ്മുടെ ഒരു കുഴപ്പമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട, മറിച്ച് ഇത് നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നാൽ മതി. കാരണം ഈശോ പറഞ്ഞ സമയത്ത് പോലും എല്ലാവർക്കും മനസ്സിലായില്ല. അപ്പോൾ ഈശോയേക്കാൾ നന്നായിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ മറ്റൊരാൾക്ക് സാധ്യമല്ല. ഈശോയേക്കാൾ നന്നായി കുർബാനയെക്കുറിച്ച് ആർക്കും പറയാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. കാരണം ഈശോ ആണല്ലോ കുർബാനയായത്. അപ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പറയുമ്പോൾ ഓരോ സമയത്തും പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടെ കേൾക്കണം. ഈ ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തെ ഈ 1 മണിക്കൂർ സമയം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുർബാനയെക്കുറിച്ച് കുറച്ചും കൂടെ വ്യക്തതയുള്ള ഒരു ചിത്രമുണ്ടാവണം. പാപം ചെയ്യാതിരിക്കുക, കുർബാനയ്ക്ക് കൂടുക, കുർബാനയ്ക്ക് വന്ന് കൈകൂപ്പി നിൽക്കുമ്പോൾ എന്തിനു നിൽക്കുന്നു, എന്തിവിടെ നടക്കുന്നു, എന്തായി ഞാൻ മാറണം, ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ നമുക്ക് പരമപ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എളുപ്പമാണ് പറയാൻ, പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ തലങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഇനി അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാകും. കാരണം വിശുദ്ധ കുർബാന ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കണം എന്ന് എന്നോട് തന്നെ പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് സുപരിചിതമായ ഒരു അനുഭവമല്ല ഇതെന്ന് കർത്താവിനും അറിയാമായിരുന്നു. ഈ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തെ നാം പറയുന്നത് എന്താ? വിശുദ്ധ കുർബാനയുടെ പഠനത്തിൻ്റെ അധ്യായമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പറയുന്നത് ആ അധ്യായം പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ കുർബാന അനുഭവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എല്ലാവരും കുർബാനയിൽ മാന്യമുണ്ടാകുന്നു എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ തുടർച്ചയായി എടുത്ത് വായിച്ചു ധ്യാനിക്കേണ്ട ഒരൊറ്റ അധ്യായമാണ്. ഏതാണെന്നറിയാമോ? അത് ഈ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം.
കാരണം ഈ അധ്യായത്തിലൊരു പ്രത്യേകത ശ്രദ്ധിച്ച്, ഈശോ നേരെ ഈ അധ്യായത്തിൽ അങ്ങ് വന്ന് പറയുകയല്ല കുർബാനയെക്കുറിച്ച്. അതിൻ്റെ തുടക്കം തന്നെ എന്താണ്? അപ്പം വർദ്ധിപ്പിക്കലാണ്. ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു അത്ഭുതം, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു അത്ഭുതം, ഒരു കൂട്ടം ആളുകൾക്ക് ഭക്ഷണം ആവശ്യത്തിന് ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവരുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കർത്താവ് അവർക്ക് കൊടുക്കുകയാണ്. അല്ലേ? അപ്പം വർദ്ധിപ്പിക്കൽ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. വെറുതെ നമ്മൾ ഇങ്ങനെ കേട്ട് എഴുന്നേറ്റ് പോയാൽ കുർബാന അർപ്പണങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇത്രയും പേരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, യു ആർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഓൾ അതർ പാരിഷ് മെമ്പേഴ്സ്. മറ്റുള്ള എല്ലാ പാരിഷ് മെമ്പേഴ്സിൻ്റെയും പ്രതിനിധികളായിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളിത് മനസ്സിലാക്കി ഇനിയുള്ള ഈ നമ്മുടെ ഈ എന്ന് പറഞ്ഞ കുടുംബ കൂട്ടായ്മ യൂണിറ്റുകളിലൊക്കെ നമ്മളിത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലെ, ഇവിടെ തന്നെ നമ്മുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ അപ്പം വർദ്ധിപ്പിക്കലിനെ കുറിച്ച് കഴിഞ്ഞിട്ട് ഈശോ ഒരു വലിയ അത്ഭുതം നടത്തുന്നുണ്ട്. എന്താണെന്നറിയാമോ? വെള്ളത്തിന് മീതെ കൂടെ കർത്താവ് നടക്കുകയാണ്. വെള്ളത്തിന് മീതെ കൂടെ കർത്താവ് നടക്കുന്നത് ഒരുപാടൊരു അത്ഭുതമാണ്. വെള്ളത്തിൻ്റെ മീതെ ഒരു വസ്തു കിടക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ സംഗതിയാണോ? ആണോ? വെള്ളത്തിന് മുകളിൽ ഒരു വസ്തു, എന്തൊക്കെ വസ്തുക്കൾ വെള്ളത്തേക്കാൾ വെയിറ്റും സാന്ദ്രതയും കുറഞ്ഞ ഏത് വസ്തുവിനും വെള്ളത്തിന് മുകളിൽ കിടക്കില്ലേ? അതുകൊണ്ടാണ് വെള്ളത്തിന് മുകളിൽ കിടക്കാൻ പറ്റും, അല്ലേ? ചില പൊങ്ങുതടികൾക്ക് വെള്ളത്തിന് മുകളിൽ കിടക്കാൻ പറ്റും. പക്ഷെ ആ കിടക്കുന്ന സാധനങ്ങൾക്കൊക്കെയും വെള്ളത്തിന് മുകളിലേക്ക് കിടക്കാൻ പറ്റുന്ന ഒരാകൃതി അതിന് നമ്മൾ രൂപപ്പെടുത്തിയപ്പോഴാണ് അത് അങ്ങനെ ആയത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വെള്ളത്തിന് മുകളിൽ 6-ാം അധ്യായം ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യം ഈശോ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന സാധാരണമായ അനുഭവത്തിലൂടെ അവന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിച്ച് അവരുടെ വയറുകളെ നിറച്ചു, അവരുടെ വിശപ്പ് മാറ്റി. അതിനുശേഷം നമ്മൾ കാണുന്നത് വെള്ളത്തിൻ്റെ മീതെ നടക്കുക. ഇത് തമ്മിൽ ആദ്യത്തേതിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു അത്ഭുതമാണത്. എന്താണ്? കുറച്ച് അപ്പമേ ഉള്ളായിരുന്നു, ഈശോ എടുത്ത് ആശീർവദിച്ചു, അത് ഒത്തിരിയായിട്ട് മാറി. അവിടെ എന്തോ ഒരു ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് അവർക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നാൻ സാധ്യതയില്ല. കാരണം അവർ ദിനം പ്രതി ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും കർത്താവ് പ്രവർത്തിക്കുന്ന അന്ധൻ കാണുന്നു, ചെവി കേൾക്കാത്തവൻ ചെവി കേൾക്കുന്നു, തളർവാദ രോഗി എഴുന്നേറ്റ് നടക്കുന്നു, ലാസർ ഉയർക്കുന്നു, ഇങ്ങനെ പല അത്ഭുതങ്ങൾ നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നി. എങ്കിൽ തന്നെ ഒരു അസാധാരണമായ വിധത്തിലുള്ള പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല. ഇത് ഈശോയ്ക്ക് പറ്റുന്ന കാര്യമായിട്ട് തന്നെ അവർക്ക് തോന്നിയുള്ളൂ. എപ്പോഴാ? അവർക്ക് അപ്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ. കിട്ടുന്നതിന് മുമ്പ് അവരങ്ങനെ ചിന്തിക്കാൻ സാധ്യതയില്ല. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനിത് പറ്റും എന്നുള്ളതിൽ തന്നെ അവർ വിശ്വസിച്ചു. അടുത്തത് വന്നപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഈശോ ചെയ്യുന്നത്. കാരണം വെള്ളത്തിന് മുകളിലൂടെ ഒരു നേരെ നിൽക്കുന്ന മനുഷ്യന് നടക്കുക എന്ന് പറയുന്നത് ആ ശരീരത്തിൻ്റെ ആ പൊസിഷനിൽ തീർത്തും അസാധ്യമാണ്. നമുക്കൊരു പക്ഷേ ഒരു പ്രത്യേക പ്രാക്ടീസ് ഉള്ളവർക്ക് വെള്ളത്തിന് വേണ്ടി മലന്ന് കിടക്കാം. പക്ഷെ ഇന്ന് വരെ ആരും നമ്മുടെ ലോക ചരിത്രത്തിൽ വെള്ളത്തിന് മുകളിൽ നേരെ നിന്നിട്ടില്ല. ഉണ്ടോ? പക്ഷേ ഈശോ വെള്ളത്തിന് മീതെ കാറ്റടിച്ചു. അതും വളരെ കാറ്റും കോളും ഇളകി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കർത്താവ് എന്താണ് ഈ തണ്ട് വലിച്ച് വലഞ്ഞ് പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ സമീപത്തേക്ക് ശക്തിയേറിയ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന കടൽക്ഷോഭത്തിനിടയിലാണ് നടന്നു വരുന്നത്. 6-ാം അധ്യായം ഒന്ന് തുറന്നു വെക്കണം ബൈബിൾ ഉള്ളവർ കേട്ടോ. ഞാൻ പറഞ്ഞു പോകുന്നതനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി. ആ അത്ഭുതം അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? ഒരു വള്ളമേ ഉള്ളായിരുന്നു. വീണ്ടും ഒരുപാട് ആളുകൾ അവനെ സംസാരിക്കാനും ഒക്കെ ആഗ്രഹിച്ച് അവിടെ നിൽക്കുന്നു. ഈ അത്ഭുതവും കണ്ടു. അപ്പം വർദ്ധിപ്പിച്ചത് ശിഷ്യന്മാർ കണ്ടു, ഒരു ജനക്കൂട്ടവും കണ്ടു. ശിഷ്യന്മാരിൽ കുറച്ചു പേര് ആ വള്ളത്തിലുണ്ടായിരുന്നു. അവർ വീണ്ടും അത്യത്ഭുതകരമായ ഒരു സംഗതി കണ്ടു. അതിനുശേഷം ഈശോ പറയുക, യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു അപ്പോൾ ഒരു സത്യം അവരോട് പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നെയല്ല, മറിച്ച് എന്താണ്? അപ്പത്തെയാണ് അന്വേഷിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന അപ്പം എന്ന് പറയുന്നത് ഈ ഗോതമ്പ് കൊണ്ടോ ബാർലി കൊണ്ടോ അരി കൊണ്ടോ ഉണ്ടാക്കിയ ഒരപ്പമല്ല.
നശ്വരമായ അപ്പമല്ല, അനശ്വരമായ നിത്യജീവന്റെ അപ്പത്തെക്കുറിച്ചാണ്. പക്ഷെ അപ്പോഴെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ അപ്പത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവർക്കങ്ങോട്ടത് പിടികിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ അവർ പറയുന്നുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ഒരപ്പം എന്നത് യഹൂദർക്ക് അത്ഭുതകരമല്ല. ആണോ? ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അവർക്ക് അത്ഭുതകരമല്ല. 40 വർഷക്കാലം മരുഭൂമിയിൽ ഈ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഇവർ കഴിച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ തന്നെ വിലകെട്ട അപ്പമെന്ന് അവർ പറയുന്നെങ്കിൽ തന്നെയും അത് കഴിച്ചു മടുത്തൊരു കാലത്താണ് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അപ്പം ലഭിച്ചത് അവർക്ക് അത്ഭുതകരമാണ്. ഇനി കാടപ്പക്ഷി ഒന്നു എന്ന് പറഞ്ഞാലും അവർക്ക് അത്ഭുതമല്ല. കാരണം അവരുടെ ചരിത്രത്തിൽ അവരിത് വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് വന്നൊരു ഒരു അനുഭവം. പക്ഷേ അതിനുശേഷം താഴേക്ക് വന്നപ്പോൾ യേശു പറഞ്ഞെന്താണ്? സത്യസത്യമായി 53-ാം വാക്യം 6-ാം അധ്യായത്തിന്റെ അവരോട് പറയുകയാണ്, ഞാൻ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുക അവരുടെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് മൊത്തത്തിലൊരു സംശയം അങ്ങോട്ട് തോന്നി. ഇതെങ്ങനെ സാധിക്കും? ഇനിയും ഈശോ എന്ത് പറയുക, നമ്മൾ ഈ പറയുമല്ലോ ഇതിനെ കാനിബോൾസ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, നരഭോജി ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് ആ ഒരു അർത്ഥത്തിലാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇവൻ ഇങ്ങനെ നിൽക്കുക, ഇവന്റെ ശരീരം മുറിച്ച് നമുക്ക് പീസാക്കി തന്ന് നമ്മളെ കൊണ്ട് തീറ്റിക്കുമെന്നാണോ പറയുന്നത്? ഇവിടെ നാം തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കണമെങ്കിൽ തൊട്ട് മുൻപ് അവർക്ക് ഇന്ദ്രിയഗോചരമായ ഒരനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവം എന്താണ്? കുറച്ചു പേരുടെ പട്ടിണിയിലേക്ക് കുറച്ചപ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു. അതേപോലെ തന്നെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത ഒരത്ഭുതമാണ് നിരന്നു കിടക്കുന്ന കാറ്റും കോളും കൊണ്ട് ഇളകുന്നൊരു വെള്ളത്തിലൂടെ 2 കാലും ഉറച്ച മണ്ണിലെന്ന പോലെ ചവിട്ടി നടന്നു വരുന്നു. ഈ 2 അത്ഭുതങ്ങളും ഹൃദയത്തിലോട്ട് അവർക്ക് ആഴത്തിൽ പതിയാത്തത് കൊണ്ട് കേട്ട കാര്യത്തിൽ അവർക്ക് എന്ത് പറ്റുന്നില്ല? ഇടർച്ചയാണ് ഉണ്ടാവുന്നത്. അവർക്ക് സ്കാൻഡലാവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ വചനത്തിന്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, അവന്റെ ശിഷ്യന്മാര് വളരെ പേർ അവനെ വിട്ടുപോകുകയാണ്. കാരണം എന്താണ്? 66-ാം വാക്യം, അവരൊരിക്കലും യേശുവിൻ്റെ കൂടെ നടന്നില്ല. ഇത് പറയുമ്പോൾ എല്ലാ വചന ശുശ്രൂഷകരും അതുപോലെ തന്നെ തിയോളജിയൻസും ഒക്കെ പറയുന്നൊരു കാര്യമാണ്, സഭയിലെ ആദ്യത്തെ പിളർപ്പ് അവിടെയാണ് ഉണ്ടാകുന്നത്. അത് എന്തിൻ്റെ പേരിലാണ്? അത് കുരിശിൻ്റെ പേരിലോ കിഴക്കോ പടിഞ്ഞാറിൻ്റെയോ പേരിലൊന്നും അല്ല ഉണ്ടായത്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലാണ് ആ പിളർപ്പുണ്ട്. അത് നമുക്കറിയാം. ഇന്നും വിശുദ്ധ കുർബാന ചിലർക്ക് ഒരു ഓർമ്മ മാത്രമാണ്, ചിലർക്ക് അതൊരു കൂടിവരവിൻ്റെ ഒരു ഫെലോഷിപ്പ് മീല് മാത്രമാണ്, മറ്റു ചിലർക്ക് വേറൊരു വിധത്തിലാണ്. അവരത് അപ്പവും വീഞ്ഞുമായിട്ടേ കാണുന്നുള്ളൂ. കാൽവരി യാഗത്തിൻ്റെ ഓരോ ദിവസത്തെ ഓർമ്മ പുതുക്കൽ മാത്രമാവുന്നു. പക്ഷെ അത് തിരുശരീരവും തിരുരക്തവുമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആർക്കാ സാധിക്കുന്നത്? 65-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരികാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. കാരണം ഇത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് വെളിപ്പെടുത്തി തരുന്നൊരു സത്യമാണ്. കെസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് പത്രോസ് ലീഹായിക്കും ഉണ്ടായത് ഇത് തന്നെയാണ്. ഞാൻ ആരെന്നാണ്? ജനത്തിന് എന്തെങ്കിലും ചില കാര്യങ്ങളോട് കണക്ട് ചെയ്ത് മാത്രമേ ഈശോയെ അവതരിപ്പിക്കാൻ പറ്റൂ. അവർക്കത് ഏലിയായോട് കണക്ട് ചെയ്യുന്നു, സ്നാപയോഹന്നാനോട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ജെറമിയായോട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ചുപോയ പ്രവാചകന്മാരോട് കണക്ട് ചെയ്യുന്നു. പക്ഷേ പത്രോസ് ലീഹായോട് ഈശോ ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ്? അപ്പോൾ എന്താണ് ഉത്തരം കിട്ടുന്നത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ സത്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അത് സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തുന്നു. കാരണം അവിടെ ഈശോ തന്നെ പറയുന്നു, എന്താണ്? ശിമിയോന്റെ കേപ്പായുടെ പുത്രനായ, എങ്ങനെയായിരുന്നു ആ വാക്ക്? എങ്ങനെയായിരുന്നു? കൃത്യമായിട്ട് എനിക്ക് ആ അപ്പന്റെ പേര് കൂട്ടിയാണ് പറയുന്നത്. ശിമിയോന്റെ എന്തായാലും ആ സെന്റൻസ് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ ഓർത്തിട്ട് പറയാം. മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ഓർത്ത് വരുമ്പോൾ അത് കറക്റ്റ് പറയാം. തുടക്കം എങ്ങനെ? യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്.
ഈ മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കാണുന്നതും കേൾക്കുന്നതും കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു തരത്തിൽ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നവർക്ക് വിശുദ്ധ കുർബാന മടുപ്പാണ്, വിശുദ്ധ കുർബാന നീണ്ടുപോകുന്നതാണ്. എന്നും അത് വരുമ്പോൾ ആവർത്തന വിരസതയാണ്. അപ്പം തിന്നുന്നതിനപ്പുറത്തേക്ക് ഒപ്പം നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും. ക്രിസ്തുവിനോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കാത്തത് അവനെ അപ്പമായി മാത്രം കാണുന്നതുകൊണ്ടാണ്. അപ്പമായി മാത്രം അവനെ കാണുന്നവർക്ക് ഒപ്പം നടക്കാൻ ഇഷ്ടമല്ല, അവനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്നു. ഇതിനുശേഷം നമുക്കറിയാം, ഈ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നീട് നമ്മൾ കാണുന്നത്, അതുകൊണ്ട് വിശുദ്ധ കുർബാന യഥാർത്ഥമായി ഈശോയുടെ തിരുശരീര രക്തങ്ങളാണെന്ന ഉറപ്പോടുകൂടി നാം സ്വീകരിക്കുന്ന സമയത്ത് ഈ വിശുദ്ധ കുർബാന വാങ്ങിക്കഴിക്കാതെയും വാങ്ങിക്കുടിക്കാതെയും, ഈശോ പറഞ്ഞു, ഇന്ന് എൻ്റെ തിരുശരീരം, ഇതെൻ്റെ ശരീരവും ഇതെൻ്റെ രക്തവുമാകുന്നോ, ഈ തിരുശരീരം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാതെയുള്ള എല്ലാ കുർബാന അർപ്പണങ്ങളും അതിൻ്റെ കൂട്ടായ്മകളും അതിൽ തന്നെ അപൂർണമാകുന്നു. ഒരേ അപ്പത്തിൻ്റെ ഭാഗഭാഗുക്കളാകുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ കുർബാനയിൽ ഇന്നും വന്നിട്ട് കുർബാന സ്വീകരിക്കാതെ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നാം പ്രത്യേകമായിട്ട് ഓർക്കണം, കുർബാന അനുഭവം എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഈ കുർബാന അനുഭവം വരാതെ, കുർബാനയുടെ ഭക്തിയും വണക്കവും പള്ളിക്ക് അരുളിക്കായും മേടിച്ചു കൊടുത്ത് നമ്മൾ നിൽക്കുന്ന ഒരു കുർബാന അനുഭവത്തിനപ്പുറത്തേക്ക് കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവമായി രൂപാന്തരപ്പെടാൻ ഞാൻ എത്രത്തോളം താല്പര്യപ്പെടുന്നുണ്ട്. അതുണ്ടാവാതിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും കുർബാന എനിക്ക് ജീവിതത്തിൽ ഒന്നുമായിട്ട് തോന്നാതെ വരുന്നു. പലരും ഞങ്ങൾ മലങ്കര കുർബാനയൊക്കെ ചൊല്ലുന്ന സമയത്ത് പറയുന്നത് എന്താ, നിങ്ങളുടെ കുർബാന ഒരുപാട് സമയമില്ലേ? ഒരുപാട് സമയമൊന്നുമില്ല, 1.5 മണിക്കൂറേ ഉള്ളൂ. വൃത്തിയായിട്ട് പാട്ടിൻ്റെ ട്യൂണിൽ ലാറ്റിൻ കുർബാന ചൊല്ലിയാലും ഏതാണ്ട് അത്ര സമയമൊക്കെ തന്നെ എടുക്കും. പക്ഷേ ജനത്തിന് ചൊല്ലാൻ ഒരുപാട് ഭാഗങ്ങളുണ്ട്, അച്ഛന് ചൊല്ലാൻ ഒരുപാട് ഭാഗമുണ്ട്. വിശുദ്ധ കുർബാനയുടെ സ്വീകരണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അച്ഛൻ ചൊല്ലിക്കൊടുക്കും. അത് മലങ്കര കുർബാനയെ ചൊല്ലുന്ന പോലെ ഏതാണ്ട് ഞാനിപ്പം ചൊല്ലാം. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ച് അങ്ങേ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായി അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും രക്ഷയ്ക്കും നിത്യജീവനുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും വിശിഷ്യ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും രോഗങ്ങളിലുമായിരിക്കുന്നവരെയും അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഇങ്ങനെ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് കുർബാനയ്ക്ക് ശേഷം. ഇത്രയൊക്കെ ഇങ്ങനെ ചൊല്ലിപ്പോകുമ്പോൾ 1.5 മണിക്കൂർ എടുക്കും. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു അധ്വാനം കഴിഞ്ഞ പോലെ നമുക്കും ഫീൽ ചെയ്യും, നമുക്കൊരു അനുഭവമായിട്ട് അതിനകത്ത് വരും. കുർബാന നമ്മൾ കഷ്ടപ്പെടണം. കുർബാനയ്ക്ക് കഷ്ടപ്പെടാതെ കുർബാനയിൽ പങ്കെടുത്താൽ അത് കഷ്ടമില്ല. കാരണം കുർബാനയാകാൻ വേണ്ടി ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് 30 വർഷം അതിനുവേണ്ടി ഒരുങ്ങി. 3.5 വർഷം ആ കുർബാന എന്താണ് തീരണമെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചുറ്റി സഞ്ചരിച്ചു. ഈ കുർബാനയിലാകുന്നവനിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ലോകത്തെ വെളിപ്പെടുത്തി. കുർബാന അത് ഉയർപ്പിന്റെ അനുഭവമാണ്, കുർബാന അത് സൗഖ്യത്തിന്റെ അനുഭവമാണ്, കുർബാന അത് ആശ്വസിപ്പിക്കുന്നതിന്റെ അനുഭവമാണ്, കുർബാന അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഭവമാണ്, കുർബാന പാപബന്ധനങ്ങളിൽ നിന്ന് കൃപയിലേക്കുള്ള കടന്നുവരവാണ്. അവൻ ജീവനോടെ നടന്ന് കുർബാനയായിട്ട് അവൻ ചുറ്റും കാണിച്ചു കൊടുത്തു. ഇതാണ് കുർബാനയാകുന്ന ജീവിതം. ഇങ്ങനെയാകുന്ന കുർബാന അനുഭവത്തിന് വേണ്ടി 3.5 വർഷം നടന്നു. അതിനുശേഷം ആ കുർബാനയുടെ ഏറ്റവും അടുത്ത ബലിയർപ്പണത്തിന് വേണ്ടി ഒരു ദിവസത്തിന്റെ തലേന്നൊരു രാത്രി മുതൽ പിറ്റേന്നൊരു 3 മണി വരെയുള്ള സമയം ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ കഷ്ടതകളിലൂടെ, ദുഃഖവെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം ധ്യാനിക്കേണ്ടതൊന്നല്ലത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കാണുമ്പോൾ മാത്രം പാഷനെ കുറിച്ച് ചിന്തിക്കുന്നതല്ലത്. മറിച്ച് ആ അനുഭവമാണ് ഓരോ ദിവസവും ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്നത്. അത് കഷ്ടപ്പെടണം. കുർബാനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വന്ന് കുർബാനയെ അർപ്പിക്കുമ്പോൾ നീയും ഞാനും ഒക്കെ കുർബാനയായിട്ട് മാറുകയാണ്. ഈ കുർബാന അനുഭവം മാത്രമാണ് നമുക്ക് കൃപയുള്ള കുർബാനാനുഭവം. നമ്മുടെ സിറോ മലബാർ കുർബാനയിൽ ഒരു പാട്ടുണ്ടല്ലോ,
ഓർക്കുന്ന തെറ്റുവാണെങ്കിൽ തെറ്റട്ടെ. അതിൻ്റെ കുർബാനയുടെ ഈ വാഴ്ത്തൽ കഴിയുമ്പോൾ അവർ പാടുന്നൊരു പാട്ടുണ്ട്, എന്താ? രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമായി. എൻ്റെ കുഞ്ഞുനാൾ ഞാൻ സീറോ മലബാർ റീത്തിലാണ് വളർന്നു വന്നത്. അത്തരം പാട്ട് തെറ്റിയാൽ തെറ്റി എന്ന് തന്നെ വിചാരിച്ചാണ്, പക്ഷെ തെറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ദൈവകൃപയാൽ 3 റീത്തിൻ്റെയും കുറച്ച് കാര്യങ്ങൾ അറിയാം, മൊത്തത്തിൽ അറിയത്തില്ലെങ്കിലും. അപ്പോൾ ഓർക്കുക, നിത്യം ജീവനിലേക്കാണ് ഈ അപ്പം നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ അപ്പം സ്വീകരിക്കുമ്പം, അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് ഈ കൈയിൽ കുർബാന ഇവിടെ വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ നാവിലല്ലാതെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട്, നിങ്ങൾ കൈ നീട്ട് തെറ്റൊന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ ആ പാരമ്പര്യത്തെ കയ്യിലേക്ക് വെക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ അറിയാതെ എപ്പോഴും അത് കൈ നീട്ടിയ എല്ലാവർക്കും അറിയാം, ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് അവർ കൈ നീട്ടുന്നത്. കാരണം നാവിലേക്ക് കുർബാന കൊടുക്കുന്നത് അത് തെറ്റില്ല കേട്ടോ. കയ്യെ സ്വീകരിക്കുന്ന തെറ്റാന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനൊരു തെറ്റിദ്ധാരണ വേണ്ട. നമ്മൾ ഓരോ പാരമ്പര്യത്തിൻ്റെ വ്യത്യാസം അതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയെ അത്രയും ഭക്തിയോടുകൂടി നമ്മൾ സ്വീകരിക്കാനായിട്ട്, കാരണം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു വലിയ പ്രത്യേകത, വിശുദ്ധ കുർബാനയിൽ ഇത് ഈ 15-ാമത്തെ അധ്യായം എടുത്തേ, 15 യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം. അത് വളരെ മുന്തിരിവള്ളിയും ശാഖകളും അതിനകത്ത് പറയുന്നു. എന്താണ്? ഞാൻ മുന്തിരിവള്ളിച്ചെടിയും ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവരിലും വസിക്കുന്നു, അവൻ ഫലം പുറപ്പെടുവിക്കുകയും എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. 4, 5, 6 അങ്ങനെ അങ്ങ് പോവാ. കർത്താവ് എന്നിൽ വസിക്കുന്നതും ഞാൻ കർത്താവിൽ വസിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എന്താ ചെയ്യുന്നത്? കർത്താവ് എന്നിൽ വസിക്കുന്നു. എന്താ ഈ വ്യത്യാസം? കർത്താവ് എന്നിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥനകളെല്ലാം, എൻ്റെ പദ്ധതികൾ, എൻ്റെ തീരുമാനങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം തീരുമാനം എൻ്റേത്. കർത്താവിനെ കൂടെ വെക്കുക, കർത്താവിനെ കൂടെ ചേർത്തുകൊണ്ട് തീരുമാനങ്ങളും പദ്ധതികളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും എല്ലാം എൻ്റേതാണ്. കൂടെ കർത്താവ് എന്നിലാവുക. എന്നാൽ ഞാൻ കർത്താവിലാകുമ്പോഴത്തെ പ്രത്യേകത എന്താണ്? നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. അവിടെ തീരുമാനം കർത്താവിൻ്റേതാണ്, പദ്ധതികൾ കർത്താവിൻ്റേതാണ്, ആഗ്രഹങ്ങൾ കർത്താവിൻ്റേതാണ്. ഞാൻ പതുക്കെ മറ്റൊരു കർത്താവായിട്ട് മാറുന്ന അനുഭവമാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇത് വലിയ വ്യത്യാസമാണ്. നമ്മൾ പലപ്പോഴും കുർബാന സ്വീകരിച്ചിട്ട് ഉള്ളിലേക്ക് വരുന്ന കർത്താവിലേക്ക് നമ്മൾ, കർത്താവും ഞാനും ഒന്നായി തീരാനല്ല ആഗ്രഹിക്കുന്നത്, ഈശോയും ഞാനും ഒന്നാകാനല്ല ആഗ്രഹിക്കുന്നത്. ഈശോ എന്ന് നമ്മോടൊപ്പം നിന്നിട്ട് നമ്മളെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പോകുന്ന വഴികളിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരുന്ന ഒരാള്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കുർബാനയിൽ അതുകൊണ്ട് തന്നെ എന്താണ്, കുർബാന സ്വീകരണം നമുക്ക് ഒക്കേഷണലി സംഭവിക്കുന്നതായിട്ട് വരും. നമുക്കൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ഉണ്ട്, അതിന് മുമ്പ് ഒരു 10 ദിവസം നമ്മൾ കുർബാന സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ദിവസങ്ങളിൽ നമ്മൾ കുർബാന സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കും. എന്താണ്? കർത്താവ് എൻ്റെ കൂടെ വേണം. ഞാൻ കർത്താവിൻ്റെ കൂടെ ആകാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എൻ്റെ കൂടെ കർത്താവ് വേണമെന്ന് പറയുന്നത് കർത്താവിനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിനെ കൊണ്ടുള്ള എൻ്റെ ആവശ്യം നിറവേറ്റാനുള്ളൊരു ബന്ധം. അതുകൊണ്ട് തന്നെ എന്താ പറ്റുന്നത്? പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും നമുക്ക് മടുപ്പും തോന്നുന്നു. കാരണം കർത്താവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറയുന്ന ആളുകൾ എന്നെ സഹായിക്കാതാകുമ്പോൾ ഞാൻ സഹായം കിട്ടുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്വാഭാവികമായും പാറും. ശരിയല്ലേ? സഹായകൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും മാത്രമുള്ള ഒരു ബന്ധമാണ്. കർത്താവിനോടുകൂടി ഞാനാകാതെ എൻ്റെ കൂടെ കർത്താവാകണമെന്ന മനോഭാവം വിശുദ്ധ കുർബാനയിൽ ആഴത്തിൽ ചിന്തിക്കുക. ഉറങ്ങാതിരുന്ന് കേൾക്കണം. ഈ കേൾക്കുന്ന ഓരോരുത്തരും നാളെ തൊട്ടുള്ള കുർബാനയിൽ ഈ കാര്യം പ്രത്യേകം പ്രാക്ടീസ് ചെയ്യണം. ഇത് അപ്പം തിന്നാനുള്ള കൂട്ടായ്മയല്ല, ഇത് കർത്താവിൽ ഒന്നായി തീരുന്ന കൂട്ടായ്മ. ഇത് മനുഷ്യദൃഷ്ടിയിൽ ചിന്തിച്ചാൽ മനസ്സിലാവില്ല.
ആദ്യം ഈശോ പറഞ്ഞിട്ട് പോലും ആളുകൾക്ക് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകും എന്നുള്ളത് വേറൊരു സത്യമാണ്. അപ്പോൾ ഇത് മനസ്സിലാകണമെങ്കിൽ ഈശോ പറഞ്ഞ പോലെ എന്താണ്? പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവർക്ക് മാത്രം നിങ്ങൾ എന്നിൽ വസിക്കുകയും, 7-ാം വാക്ക് വളരെ, നിങ്ങൾ എന്നിൽ വസിക്കുകയും, ഞാൻ നിങ്ങളിൽ വസിക്കുന്നല്ല ഈശോ പറഞ്ഞത്. അത് വ്യത്യാസമുണ്ട്. നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഈശോ എന്നിൽ വസിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈശോ എന്നിൽ വസിക്കുന്നു. ജീസസ് എബൈഡ് ഇൻ മീ എന്ന് പറയുന്നതും ഞാൻ ഈശോയിലേക്ക് എബൈഡ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? ഈശോ പറഞ്ഞ എന്താ? നിങ്ങൾ എന്നിൽ വസിക്കുന്നു. അപ്പൊ നിങ്ങളില്ല, അപ്പൊ ഞാൻ ഇല്ലാതാവുക. ശരിയല്ലേ? ഈശോയാകുന്ന ഒരു വലിയ കാര്യത്തിലേക്ക് ഞാൻ ചെന്ന് കയറിയിട്ട് പിന്നെ ഈശോ ഞാൻ പിന്നില്ല. അപ്പോൾ ഈശോ എന്നിലാകുമ്പോൾ എൻ്റെ വാക്കുകളിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നു. ഈ അനുഭവങ്ങൾ ഇല്ലെങ്കിൽ നമുക്കറിയാം, പലപ്പോഴും ഈ വിശുദ്ധ കുർബാന എന്നും കുർബാനയിൽ ഉള്ള സ്ഥലങ്ങളിൽ ഒരു 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 റെസ്പോൺസിബിലിറ്റി, ഒരു ഒബ്ലിഗേഷൻ്റെ ഭാഗമായിട്ട് കുർബാനയെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നൊരു വിധമുണ്ട്, ഇതില്ലായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു, കുർബാന ഇല്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചിന്തിക്കുന്ന ഇടങ്ങളുണ്ട്. ഞാനിത് പബ്ലിക്കായിട്ട് ഇപ്പോൾ ഈ ഓൺലൈനിൽ പോകുന്നതുകൊണ്ട് പറയുന്നില്ല. എല്ലാ ദിവസവും ഉണ്ട്, പങ്കെടുത്ത് പോയേ പറ്റുള്ളൂ, അതുകൊണ്ട് പങ്കെടുക്കുന്നു. എന്ത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈശോയിൽ വസിക്കുന്നില്ല, ഈശോ എന്നിൽ വസിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യങ്ങളൊന്നുമില്ല, അപ്പം പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യവുമില്ല. ഒരാവശ്യം വരട്ടെ, അപ്പോൾ പള്ളിയിൽ പോകാം. ഒരാവശ്യം വരട്ടെ, കുർബാനയിൽ പങ്കെടുക്കാം. ഒരാവശ്യം വരട്ടെ, കുറച്ചുകൂടെ ചേർന്ന് നിൽക്കാം. ചിലർ നമ്മളോട് പറഞ്ഞു കേട്ടിട്ടില്ലേ? ദിവ്യന്മാരായ മനുഷ്യർ പറയുന്നത് കേട്ടിട്ടില്ലേ? ദിവ്യന്മാരായ മനുഷ്യർ, ദിവ്യൻ ഇൻവെർട്ടർ കോമയിൽ ഇടണം. ദിവ്യൻ എന്താണത്? ഇപ്പം മാനസാന്തരപ്പെടുന്നുണ്ട്. 10-80 വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് നന്നാകാം. അയാളെ ഞാൻ ദിവ്യനെന്നും ദൈവമെന്നും ഒക്കെ വിളിക്കണം. കാരണം അയാൾക്ക് ഉറപ്പാണ് 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന്. നമുക്കാർക്കും ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് അവർ 80-ൽ ചെന്നിട്ട് നന്നാവാനിരിക്കുക. 80 ചെന്നിട്ട് നന്നാകാനിരിക്കുന്നു. 80 വയസ്സ് പൂർത്തീകരിച്ചിട്ട്, അല്ലെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞിട്ട്, പ്രായമായി കഴിഞ്ഞിട്ട് നന്നാകാനിരിക്കുന്നുണ്ട്. ഈ പ്രായമാകുമെന്ന് നമുക്ക് എന്താ ഉറപ്പുള്ളത്? ഒരുറപ്പുമില്ല. കൊള്ളാവുന്നൊരു പനി വന്നാൽ പോലും മരിക്കാവുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറ്റത്തില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് മനസ്സിൽ വെക്കണം, കുർബാനാനുഭവത്തോട് ചേർത്ത്. അപ്പോൾ ഈശോയിലേക്ക് ഞാൻ വസിക്കുക, ഈ എബൈഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ജീസസ് എബൈഡ് ഇൻ മീ, ഇത് രണ്ടും രണ്ട് അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോയിൽ ഞാൻ വസിക്കുന്നതും ഞാൻ ഈശോയിൽ വസിക്കുന്നതും, ഈശോ എന്നിൽ വസിക്കുന്നതും ഞാൻ ഈശോയിൽ വസിക്കുന്നതും, ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന. പക്ഷേ ഞാൻ എടുക്കേണ്ട പ്രത്യേക താല്പര്യം എന്താ? ഞാൻ ഈശോയിൽ വസിക്കുമ്പോൾ ഈശോ എന്നിൽ വസിക്കുന്നു. ഈശോ എപ്പോഴും എന്നിൽ വസിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. ഈശോ എന്നോടൊപ്പം അങ്ങനെ എപ്പോഴും താല്പര്യം. പക്ഷേ കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ അത്ര താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഈശോയെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ള, അതുകൊണ്ടല്ലേ നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ട് പലപ്പോഴും നിർവികാരരായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നാവിലിങ്ങനെ സ്വീകരിച്ചിട്ട് ചുമ്മാ അങ്ങ് നിൽക്കുന്നു. കാരണം കുർബാനയ്ക്കിടയിൽ ഇതിങ്ങനെ സ്വീകരിച്ചു പോകേണ്ട ഒരു കാര്യം, അതുകൊണ്ട് സ്വീകരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ താഴോട്ട് വരുമ്പം പറയാം. കർത്താവ് എന്നിൽ വസിക്കുന്നു, എൻ്റെ എല്ലാ പദ്ധതികൾക്കും കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്ന് ചിന്തിച്ച് കർത്താവിനെ വെറും ഒരു പദ്ധതി പൂർത്തീകരണക്കാരനാക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് ഒരു ഡിസൈപ്പിൾഷിപ്പിലേക്ക് പോകുന്ന ഒരു അനുഭവമുണ്ട്. നമ്മൾ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം എടുത്താൽ നമുക്കറിയാം, വെളിച്ചത്തിലേക്കുള്ളൊരു കടന്നുവരവുണ്ട്. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. ആദ്യമായിട്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ആ ഭാഗത്തിലേക്ക് വന്ന് 2-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. എന്താണ്? യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നവര് കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറുന്ന ഭാഗമാണ് 29. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ എന്ന് പറഞ്ഞ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ വരുന്നവനെ കുറിച്ചുള്ള ഒരു വലിയ എക്സ്പ്ലനേഷനാണ്. അതിൻ്റെ ഫലം എന്താണ്? യോഹന്നാൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഈശോയുടെ പുറകെ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ആദ്യ ശിഷ്യന്മാരുടെ കാര്യം പറയുന്ന സമയത്ത് യേശു കാണുന്നത്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർ 2 പേരോട് നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്നു. അപ്പോൾ ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവരെന്ത് പറഞ്ഞു? റബ്ബി, ഗുരു എന്ന അർത്ഥത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അങ്ങ് വസിക്കുന്നിടത്ത് ഞങ്ങൾ വന്ന് വസിക്കാൻ, അങ്ങയോടൊപ്പമാകുക. ഇതാണ് അവനിൽ നമ്മൾ വസിക്കുന്ന അനുഭവം.
അവനെ ഒരു കൂട്ടിൽ സൈഡിൽ നിർത്തുന്ന ഒരാളല്ല, ഒരു ഫ്രണ്ടായിട്ട് നിർത്തുകയല്ല. നീ വസിക്കുന്നിടത്ത് നിന്നോട് കൂടെ വ്യത്യാസമില്ലാതെ ഒന്നായിത്തീരുന്ന അനുഭവം. അപ്പോൾ എന്താണ് പറയുന്നത്? അവനോട് കൂടെ അപ്പോൾ അവൻ പറഞ്ഞ എന്താ? വന്ന് കാണുക. കമാൻസി എന്ന് പറയുന്നു. നമ്മൾ ഈ വൊക്കേഷൻ പ്രൊമോട്ടർമാരെല്ലാം പറയുന്ന കാര്യമല്ലേ അത്. വന്ന് കണ്ടിട്ട് നിൽക്കാം അല്ലെ പോകാം. അപ്പോൾ അവൻ പറഞ്ഞു വന്ന് കാണുക. അവർ ചെന്ന് അവനോട് കൂടെ അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തന്നെ തന്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടുവെന്ന് പറഞ്ഞു. അതിങ്ങനെ താഴേക്ക് പോവുകയാണ്. യോഹന്നാന്റെ പുത്രനായ ശിമയോൻ പാറ എന്ന് വിളിക്കപ്പെടും. അമ്മച്ചി കറക്റ്റായിട്ട് മുമ്പേ എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഈ 10-ാം മണിക്കൂറിനൊരു പ്രത്യേകതയുണ്ട്. 10-ാം മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ഈവനിങ്, രാത്രിയായി. ഈ ഒരു സമയം ഒക്കെ കുറച്ചും കൂടി ഇരുട്ടുന്ന ഒരു സമയത്താണ് അവർ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. ഈ കർത്താവിനെ കണ്ടുമുട്ടലോടുകൂടി അവർ പ്രകാശത്തിലേക്ക് വരികയാണ്. ഈ പ്രകാശത്തിലേക്കുള്ള കടന്നുവരവ് കർത്താവിനെ കണ്ടെത്തുന്ന എല്ലാ വ്യക്തികൾക്കും പിന്നെ ഇരുട്ടിന്റെ അനുഭവമില്ല, പ്രകാശത്തിന്റെ അനുഭവമേ ഉള്ളൂ. ഇതേ അനുഭവം തന്നെ നമ്മൾ മറ്റൊരിടത്ത് കാണുന്നുണ്ട്. എവിടെയാ? വളരെ പ്രശസ്തമാണല്ലോ, നമ്മുടെ ലൂക്കാ സുവിശേഷത്തിന്റെ 24-ാം അധ്യായത്തിൽ നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. എന്താണ്? എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാർ ഒരു സന്ധ്യാസമയം നോക്കി അങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അവരോടൊപ്പം ഈശോ നടന്നു. ഈശോ നടന്നിട്ട് എന്താണ്? എപ്പോഴാണ് കണ്ണ് തുറന്നതെന്ന് ശ്രദ്ധിക്കണം. 24-ാം അധ്യായത്തിന് 30-ാം വാക്യം. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? വചനത്തിലെ ക്രിസ്തുവിനെ ശ്രവിച്ചപ്പോൾ ജ്വലിക്കപ്പെട്ട അവരുടെ ഹൃദയങ്ങൾക്ക് കർത്താവിനെ ദർശിക്കാൻ പറ്റി. അപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ഈ തരുണത്തിലും പ്രത്യേകം ഓർക്കണം, വചനത്താൽ ജ്വലിക്കപ്പെടുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ അപ്പത്തിനപ്പുറം ക്രിസ്തുവിനെ കാണാൻ പറ്റൂ. അല്ലാതുള്ളവർക്ക് അതൊരു വണക്ക വിഷയമാകാം, ഒരു ഭക്തി വിഷയമാകാം, ഒരാവശ്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു അത്ഭുത വസ്തുവായി മാറാം. പിന്നെ ഇങ്ങനെ അവരവരുടെ താല്പര്യങ്ങൾക്കുള്ള എന്തൊക്കെയൊക്കെയായി മാറുകയാണ്. എപ്പോഴും ഈ ലോകവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള വസ്തുവായിട്ട് കുർബാന ഈശോ മാറ്റപ്പെടുന്നു. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഇവർക്കങ്ങനല്ല. അതിനുശേഷമാണ് വീണ്ടും അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. ഒരു രാത്രിയിൽ ക്രിസ്തുവാകുന്ന വെളിച്ചം അവർക്ക് ലഭിച്ചപ്പോൾ പിന്നെ അവർ ഇരുട്ടിലല്ല, അവർ പ്രകാശത്തിലേക്ക് മടങ്ങുകയാണ്. ക്രിസ്തുവിനെ ദർശിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സവിശേഷമായ ഈ പ്രത്യേകത, അതായത് ഏത് പ്രത്യേകതയാണിത്? അത് വെളിച്ചത്തിലേക്കുള്ള കടന്നുവരവ്. കാരണം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവർക്ക് അന്ധകാരത്തിന്റെ ഒരു വഴിയില്ല, പ്രകാശത്തിന്റെ വഴി മാത്രമേ അവർക്കുള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും, ഞാനിത് ഓരോന്നും പറഞ്ഞു പോയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു, വിശ്വസിക്കുന്നു. നമ്മൾ വളരെ ഇതായിട്ട് പറയുന്ന ഒരു കാര്യമല്ല ഈ എമ്മാവൂസിന്റെ ആ അനുഭവം പറയുമ്പോൾ. വിശ്വാസത്തിലേക്ക് കുർബാന വരുമ്പം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ച് ധ്യാനിക്കേണ്ടതാണ്. കർത്താവ് ഒരുപാട് വെളിവുകളെ നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗമാണ് യോഹന്നാൻ 6-ാം അധ്യായം ഉള്ള്. കുർബാനയിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ വിശ്വാസി, നീ ഓർത്തോളുക, നീ പതിയെ അവിശ്വാസി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം കുർബാന അനുഭവത്തിൽ മാത്രമാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത. അതുകൊണ്ടാണ് ഈ അവിശ്വാസിയായി പോയ വ്യക്തികൾക്ക് കുർബാനയുടെ ആ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റില്ല. ഇത് കൃത്യമാണ് നമുക്ക് അന്ത്യത്താഴ വേളയിൽ യൂദാസിൽ നാം കാണുന്നുണ്ട്. സവിശേഷമായ കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവന് മറ്റു കുറേ കാര്യങ്ങൾ, ഇരുട്ടിലായിരുന്നു അവൻ. കർത്താവിൻ്റെ പ്രകാശത്താൽ ജ്വലിക്കപ്പെടാതിരുന്നത് കൊണ്ട് തന്നെ അവൻ ഇരുട്ടിലായിരുന്നു. ഇരുട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് വ്യക്തതകളില്ല. ഇനി നമുക്കുണ്ടെന്ന് പറയുന്ന വ്യക്തതകൾ തന്നെ നമുക്ക് അപൂർണമായ വ്യക്തതയാണ്. അപ്പോൾ
ഈ കുർബാന അനുഭവം എന്നിൽ എന്താണ്? ഒരു മടക്കയാത്ര, ജ്വലിപ്പിക്കപ്പെടുന്ന മടക്കയാത്ര. ഈ 6-ാം അധ്യായം ലൂക്കാസ് സുവിശേഷം 24, 30, 33 വചനങ്ങൾ, അതൊരു 13 തൊട്ട് തുടങ്ങുന്ന ആ വചനങ്ങൾ മുഴുവനും, എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ ആ കാര്യങ്ങൾ, അത് മുഴുവനും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്തു വെച്ച് ഒന്ന് വായിക്കണം. 13 മുതൽ അങ്ങ് കിടക്കുന്ന ഒരു 35 വരെയുള്ള തിരുവചന ഭാഗം. അവിടെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ലാറ്റിനൊക്കെ അറിയാം, സിസ്റ്റേഴ്സിന് അറിയാം, നമ്മൾ മാനെ നോബിസ്കും ഡോമിനെ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ട് കാണുമല്ലോ. ഇറ്റാലിയൻ കോൺഗ്രിഗേഷൻസിനൊക്കെ അറിയാവുന്നതാണല്ലോ. എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനെ നോബിസ്കും ഡോമീനെ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ ഡോമീനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താണ്? ലോർഡ് സ്റ്റേ വിത്ത് us. ദൈവം കൂടെ വസിച്ചാലും, നാഥ കൂടെ വസിച്ചാലും. നമ്മളൊരു പാട്ട് പാടത്തില്ലേ, അല്ലേ? നാഥ കൂടെ വസിക്ക. അതൊന്ന് പാടിക്കേ. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഇതൊരു ബോധമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരണം. പലപ്പോഴും നമുക്ക് ഈ കുർബാനയെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുമ്പോൾ, കുറേ നാളുകൊണ്ട് കുർബാന ചൊല്ലുന്ന ഒരു അച്ഛനാണ്, കുർബാന കൂടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളാണ്. ഈ കുർബാനകൾക്ക് ഇപ്പോഴും നമുക്കൊരു സങ്കടം തോന്നും. എന്താണെന്നറിയാമോ? പരമോന്നത ആരാധനയായ കുർബാനയെ യാതൊരു ബോധവും ഇല്ലാത്ത പരിപാടിയായിട്ട് മാറ്റി. എന്ത് പറയുക, ഒരു കർത്താവിനെ കുറിച്ച് പറയും, കുരിശിന്റെ വഴിയിൽ തലകുത്തിക്കാറുന്ന ടീമുകൾ. അവർക്ക് മാനെ നോബിസ്കും ധോമിനെ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, ആ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞതാ, നാഥ കൂടെ വസിക്കണമേ, ലോർഡ് സ്റ്റേ വിത്ത് us. ശരിക്കും ഓരോ കുർബാന അനുഭവം ഇതാണ്. മാനെ നോബിസ്കും ധോമിനെ, എന്നോടൊപ്പം വസിക്കണം, എൻ്റെ കൂടെ ഇരിക്കണം. മറ്റാരേക്കാൾ അധികം ഞാൻ ആഗ്രഹിക്കുന്നു നീ എന്നോടൊപ്പം ഉണ്ടാവണം. പക്ഷേ നമ്മൾക്ക് കുരിശിൻ്റെ വഴിയിൽ മുട്ടുകുത്തി കാറുമ്പോൾ ഉണ്ടാവുന്ന വൈകാരികത പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ അതിനേക്കാൾ നീറുന്നൊരു ദൈവത്തിൻ്റെ പാടുപിടകളെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്നില്ല. അത് അപ്പം തിന്നാനുള്ള ഒരു സമയം മാത്രം, അതൊരു ശല്യപ്പെടുത്തൽ. അതുകൊണ്ടാണ് ഞാൻ 2-ാം ദിവസമാണ് നിങ്ങളോട് പറഞ്ഞല്ലേ, തിരുനാളിൽ കുർബാന അനാദരിക്കപ്പെടുന്നുവെങ്കിൽ അത് തിരുനാളല്ല. അതങ്ങനെ അനാദരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കുർബാന സമയത്തില്ലാത്ത ഭക്തിയും ആൾക്കൂട്ടവും ഒരു ഇടവകയിൽ പ്രദക്ഷിണത്തിനും പുറത്തുള്ള കലാപരിപാടികൾക്കും ഗാനമേളയ്ക്കുമായിട്ട് മാറുമ്പോൾ ഓർക്കുക, കുർബാന അനാദരിക്കപ്പെടുന്ന ഇടങ്ങളിൽ സംഘർഷം ഒഴിഞ്ഞ സമയമില്ല. കേരള കത്തോലിക്ക സഭയിൽ നമുക്കറിയാം, കുർബാന തർക്കവിഷയമായ ഇടങ്ങളിലൊക്കെ അവസാനിക്കാത്ത പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ ദേവാലയത്തിൽ തിരുബലി മുടക്കപ്പെട്ടും തിരുബലി അനാദരിക്കപ്പെട്ടും തിരുബലിയിൽ പങ്കെടുക്കാതെയും ആളുകൾ എന്തിലേക്കാണ് പോകുന്നത്? വിശുദ്ധർ പോലെ നിസ്സഹായരായിപ്പോ. കാരണം ഈ നാഥനോടൊപ്പം വസിക്കാൻ വേണ്ടി സ്വജീവിതങ്ങളുടെ സകല സൗഭാഗ്യങ്ങളും ഉപേക്ഷിക്കുക വിശുദ്ധര്. കേവലം ഒരു മംഗളവാർത്തയുടെ ഒടുവിൽ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോടൊപ്പം വസിക്കാൻ എല്ലാം മനസ്സിലായി എന്ന് പോലും സംശയമുണ്ട് ഈ പരിശുദ്ധ അമ്മയ്ക്ക് ആ സമയത്ത്. പക്ഷേ ഒന്ന് മനസ്സിലായി, ദൈവത്തിൻ്റെ ഹിതത്തിന് എൻ്റെ ഒരു സമ്മതം ഇവിടെ ആവശ്യമാണ് എന്ന്. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് പരിശുദ്ധ അമ്മയും വിശുദ്ധരുമൊക്കെ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം, ദൈവമേ, എൻ്റെ മകൻ അവഹേളിക്കപ്പെട്ടിട്ട് എനിക്ക് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇത് കുഞ്ഞ് ഈ പ്രിയപ്പെട്ടവരുടെ അപ്പമായി അവരോടൊപ്പമാകാൻ ഇവരോരോരുത്തരും അവനിൽ ഒന്നായി ചേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവർക്കത് വേണ്ട. അവർ മുറ്റത്തും പറമ്പിലും കായലരികത്തും നിൽക്കുക, ലൈറ്റിൻ്റെ കളറുകൾ മാറുന്നതും പോകുന്ന വഴി മുഴുവനും നാട്ടുകാരുടെ കണ്ണുകൾക്ക് അത്ഭുതകരമായ കാഴ്ചകളും. ഇപ്പോൾ പിന്നെ കുറച്ചും കൂടെ വളർന്നു. ഞാൻ ഒരിടത്തെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞതാണ്, പ്രദക്ഷിണത്തിന് ബൊമ്മ, എന്താ ഈ ബൊമ്മ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ അല്ലേ? മരണപ്പെട്ടു പോയ ചില സിനിമാ താരങ്ങളുടെയൊക്കെ സ്റ്റൗട്ട് ബോഡി,
ശക്തമായ ശരീരം, മസിൽ പവറുള്ള ശരീരവും ഗത പിടിച്ചും തോക്ക് പിടിച്ചും ഒക്കെ നിൽക്കുന്നതാണ്. കുർബാനയോടൊപ്പം സെബസ്ത്യാനോസ് പുണ്യാളത്തിനോട് ചേർന്ന് അതും സഞ്ചരിക്കുകയാണ്. വികാരിച്ചും ചോദിച്ചു, ഇതൊക്കെ ആരുടെയാ? ഇത് പുതിയ വിശുദ്ധര്. അതിന് ചുറ്റും കിടന്ന് അഹറോന്റെ കാളക്കുട്ടിക്ക് താളം പിടിച്ചതുപോലെ ആ ഇടവകയുടെ ഭാവി വാഗ്ദാനങ്ങളായ യുവതി യുവാക്കൾ അതിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കുകയും അതിൻ്റെ കൂടെ ചാടുകയും ചെയ്യുകയാണ്. എപ്പോഴേ വിശുദ്ധന്മാർ നമ്മെ വിട്ടു പോയിട്ടുണ്ടാവും അല്ലേ? കാലഘട്ടത്തിൻ്റെ പ്രവാചകരാകാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. നമ്മുടെ ആഘോഷങ്ങൾക്കപ്പുറം ഈ കുർബാന അനുഭവം ഇല്ലാതാകുന്നത് കൊണ്ട് തന്നെ കുർബാനയിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധരുടെ ജീവിതവും പരിശുദ്ധ അമ്മയുടെ ജീവിതവും എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കേണ്ട ഒരു യാഥാർത്ഥ്യമായി തോന്നൂ. കാരണം അവരൊക്കെ കുർബാനയോട് ചേർന്ന് നിന്നവരാ. പക്ഷേ കുർബാന ഒരുവനിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, കർത്താവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവർക്ക് കാളക്കുട്ടികളെയാണ് ആവശ്യം. അവർ കാളക്കുട്ടികളെ നിർമ്മിക്കും, അവരൊന്നിച്ച് ആഹ്ലാദിക്കും, അതിനവരൊരു ന്യായീകരണവും കണ്ടുപിടിക്കും. ഈ കാലഘട്ടം ഇങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. ഈ കാലഘട്ടം അത് തന്നെയാണെന്ന് അഹ്റോനും മോശയോട് പറഞ്ഞ ന്യായീകരണം. ജനത്തിന് ആരാധിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയാവുന്ന ഒരു സാധനം ഉണ്ടാക്കി ഞാൻ കൊടുത്തു. നമ്മളും അങ്ങനെയാ പറയുന്നത്. ഇക്കാലത്ത് അമ്മമാരുൾപ്പെടെ ചിലപ്പോൾ പറയുന്ന യുവതി യുവാക്കളെ ന്യായീകരിച്ചു, നമ്മുടെ പിള്ളേർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. നമ്മുടെ പിള്ളേർ കഷ്ടപ്പെട്ട് എന്തിനാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്? അവരുണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. അവരിൽ എത്ര പേർ വിസ്തുർബാന സ്വീകരിച്ചുവെന്ന് ഏതമ്മ ആകുലപ്പെടുന്നു? ഈ ഇരിക്കുന്ന അമ്മമാരിൽ തന്നെ നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ, പെൺമക്കൾ, മരുമക്കളും ഒക്കെ ഈ ദേവാലയത്തിൽ ഉടലോടെ ഈ പരിസരത്തൊക്കെ തന്നെ കാലും കൈയും ബലമുള്ളവരായി ജീവിച്ചിട്ടും ഇവിടെ ഇന്നലെ വിസ്തുർബാനയും കുമ്പസാരത്തിനുമുള്ള ക്രമീകരണം 7-7:30 വരെ ക്രമീകരിച്ചിട്ട് പോലും വിസ്തുർബാന സ്വീകരിക്കാതിരുന്നിട്ട് ഏത് തിരുനാളിൻ്റെ കൊടിയിറക്കാനാണ് വരുന്ന ബുധനാഴ്ച നമ്മൾ കാത്തിരിക്കുന്നത്? ഏത് പ്രദക്ഷിണം നടത്താനാണ് കാത്തിരിക്കുന്നത്? ഓർക്കുക, ഇമാതിരി പേക്കൂത്തുകൾക്ക് നമ്മൾ പാപപ്പെട്ട മാതാവിനെയും വിശുദ്ധരെയും ഒന്നും കൂട്ടിച്ചേർത്ത് സ്വയം അപഹാസ്യരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വിശ്വാസരാഹിത്യം ഒരു തെറ്റല്ല, പക്ഷേ വിശ്വാസ കോമാളിത്തരങ്ങൾ വളരെ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമുക്ക് സൃഷ്ടിക്കുമെന്നത് യാതൊരു സംശയവും വേണ്ട. നമ്മളുടെ പ്രാർത്ഥന ലെക്സ് ഒറാന്തേ ലെസ് ക്രിദേന്തി എന്ന് പറയുന്നൊരു ലാറ്റിൻ വാക്കുണ്ട്. ലെക്സ് ഒറാന്തേ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് പ്രേഡ് ഈസ് ദ ലോ ഓഫ് വാട്ട് ഈസ് ബിലീവ്ഡ്. ഞാൻ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം എൻ്റെ പ്രാർത്ഥനയാണ്. ലെക്സ് ഒറാന്തേ ആൻഡ് ലെസ് ക്രിദേന്തി, അത് ഒരു ലാറ്റിൻ വാക്കാണ്. ഇത് ലാറ്റിൻ ചർച്ചിൽ ലാറ്റിൻ എല്ലാവർക്കും അത്യാവശ്യമൊക്കെ അറിയണമല്ലോ. ഇപ്പോൾ സുറിയാനി സഭയിൽ സുറിയാനി ഞങ്ങൾ അറിയണമെന്ന് പറയുന്നത് പോലെ ലാറ്റിൻ സഭയിൽ ലാറ്റിൻ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ വിശ്വാസം ഇത് ഒന്നിച്ചു പോകുന്നത് എന്താണ്? ഞാൻ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരം ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് പറഞ്ഞിട്ട് ഞാൻ കവലേ നിൽക്കുക, അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക. കുർബാനയുടെ സമയം മൊത്തം മുറ്റത്തും പറമ്പിലും നാട്ടുകാർക്ക് കാര്യങ്ങളും ചിന്തിച്ച് പോകുമ്പോൾ ഓർക്കുക, വല്ലപ്പോഴും കർത്താവായ ഈശോയെ ഈ പോക്ക് എങ്ങോട്ടാണ് ഈ പൊക്കോണ്ടേ ഇരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഞാൻ കൃത്യം 1 മണിക്കൂർ തീർക്കേണ്ടതുകൊണ്ടും ബോസ്കോ അച്ഛന് സമയം കൂടുതൽ വേണ്ടതുകൊണ്ടും ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നു. സ്നേഹത്തോടെ ഈശോയെ സ്വീകരിക്കുമ്പോൾ സ്വർഗം നിശ്ചയമായി നേടും. ഞാൻ മുമ്പേ അത് പാടിയായിരുന്നല്ലോ, അതിന് ഇപ്പം പാടേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ആ രക്ഷകൻ ഈശോയുടെ ആ വലിയ അനുഭവം, ഈ വിശുദ്ധ കുർബാന സ്വീകരണം ഇല്ലാതെയുള്ള കുർബാന അർപ്പണങ്ങൾ നമുക്ക് വേണ്ട എന്ന് വെക്കണം. ഒരു വിശ്വാസിക്ക് കർത്താവിനെ കൂടാതെ ജീവിക്കുക അസാധ്യമാണ്. ഒരു മത്സ്യത്തിന് വെള്ളം എപ്രകാരം അത്യന്താപേക്ഷിതമാണോ അതുപോലെ ഒരു സത്യവിശ്വാസിക്ക് തിരുനാളുകൾ മദ്യപിക്കാനുള്ള അവസരമല്ല, കൂട്ടുകൂടാനുള്ള അവസരമല്ല, മറ്റുള്ളവരെ ശക്തിപ്രകടനം കാണിക്കാനുള്ള അവസരമല്ല, പണക്കൊഴുപ്പ് കാണിക്കാനുള്ള അവസരമല്ല, താൻ എന്തോ ആണെന്ന് ഇവിടെ ഉള്ളവരെ എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ള അവസരവുമല്ല. മറിച്ച് തിരുനാള് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊരു വിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ പരിശുദ്ധ അമ്മയുടെയോ നാമത്തിൽ ആ തിരുനാൾ ആഘോഷിക്കുന്നുവോ ആ ആഘോഷിക്കുന്ന വിശുദ്ധരുടെ വിശുദ്ധിക്ക് കാരണമായി തീർന്ന ക്രിസ്താനുഭവം, കുർബാനാനുഭവം ചേർത്ത് പിടിക്കല് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനാണ് ഞാൻ തിരുനാൾ ആഘോഷിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അമ്പേറ്റു മരിച്ച സെബസ്ത്യാനോസ് പുണ്യാളച്ചനും പ്രസംഗിച്ച്
മരിച്ച സെന്റ് ആന്റണിയും ദൈവഹിതം സ്വപ്നത്തിലൂടെ ചോദിച്ചറിഞ്ഞ് ദൈവഹിതത്തിന് തന്നെ നൽകിക്കൊണ്ട് ഒരു വാക്ക് ഉരിയാടാതെ സുവിശേഷത്തിന്റെ ഭാഗമായി യോസേപ്പ് പിതാവും സകല കഷ്ടതകളിലും ഒപ്പം നിന്ന സ്ലീഹന്മാരും കാലാകാലങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തിയ എല്ലാ വിശുദ്ധരും നമ്മോട് ആവശ്യപ്പെടുന്ന ഇതാണ്: കുർബാന അനുഭവം കൂടാതെ നിങ്ങൾ എന്താണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്? കോറിന്തോസ് ലേഖനം 1 കോറിന്തോസ് 27 വചനം, കോറിന്തോസ് 1 അധ്യായത്തിന്റെ 1 അധ്യായം എടുത്തേ. അല്ല, ഞാൻ പറഞ്ഞോളാം, ഞാൻ കണ്ടുപിടിച്ചോളാം, കൃത്യമായിട്ട് ഞാൻ കണ്ടുപിടിച്ചോളാം. സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക. ജഡിക മനുഷ്യര് 3 അധ്യായം 3 അധ്യായത്തിന്റെ 3 വാക്യം എടുത്തേ. നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? അവിടെ കൊണ്ട് അങ്ങ് നിർത്തിക്കോ. ഈ ജഡിക മനുഷ്യരെന്ന് നമ്മളെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തു എന്നത് ഈ ലോകത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് അപ്പുറത്തേക്ക് ക്രിസ്തുവിനെ കാണാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാവരെയും നമ്മൾ ജഡികരെന്ന് വിളിക്കണം. നമ്മൾ ഈ ജഡികർ എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് ശാരീരികമായി ചില പാപങ്ങൾ ചെയ്യുന്ന ജഡിക പാപങ്ങളെന്ന്, ഈ ജഡികമല്ലാത്ത ഏത് പാപമാണ് ഉള്ളത്? നമുക്ക് ജഡമുള്ളത് കൊണ്ടേ ഉള്ളു പാപം. സെക്സ് മാത്രമല്ല, എല്ലാ പാപവും ജഡവുമായി ബന്ധപ്പെട്ട അല്ലേ? മരിച്ചു കിടക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ആവശ്യം നമ്മളോട് പറയാറുണ്ടോ? മരിച്ച ഏതെങ്കിലും വ്യക്തിക്ക് എന്തെങ്കിലും പാപമുണ്ടോ? ഇല്ല, അവൻ എല്ലാത്തിൽ നിന്നും വിമുക്തനാ. ജീവനുള്ള ശരീരത്തിന് മാത്രമേ ജഡമെന്ന് പറയുന്നത് വൈഡർ അർത്ഥത്തിൽ ഈ ശരീരത്തിന് പറയുന്ന പേരാണ്. അപ്പോൾ ഈ ജഡികരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മീയരായി വളരണമെങ്കിൽ, ഈ ജഡിക അവസ്ഥയിൽ നിന്ന് കൃപയിലേക്ക് വരണമെങ്കിൽ ഞാൻ കർത്താവിൽ വസിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോടുള്ള തീഷ്ണതയേറിയ ഒരു എന്താണ് വരേണ്ടത്? കൃപാനുഭവം വരണം. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, എന്താണ് പറയുന്നത്? യു ബിക്കം വാട്ട് യു ഈറ്റ്. എന്താണ്? നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മളായിത്തീരുന്നത്. ശരിയല്ലേ? നമ്മൾ ആലോചിച്ചാൽ മതി. ഉദാഹരണമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാം. ഓരോ വ്യക്തികളും സ്ഥിരം മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളിൽ പതിയെ മദ്യം കുടിക്കുന്നത് കൊണ്ടുള്ള സവിശേഷതകൾ ആരോഗ്യമായിട്ട് സ്വഭാവത്തിലെ വൈകല്യങ്ങളായിട്ട് ഓരോന്നായിട്ട് രൂപാന്തരപ്പെട്ടു വരും. ഇനി അമിതമായിട്ട് ഫാറ്റി ഫുഡുകൾ മാത്രം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യത്തിലധികം അവരുടെ ശരീരത്തിന് അത് ബാധിക്കും. ഇതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തി പതിയെ ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുക. അപ്പോൾ കുർബാന സ്വീകരണത്തിൽ വിശുദ്ധ കുർബാനയിൽ സ്വീകരണമില്ലാതെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ അത് കേവലം കാഴ്ചക്കാരുടെ സ്ഥാനമാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ കേവലം വണക്കത്തിൻ്റെ ഭക്തിയുടെയും ആൾക്കാരായിട്ട് നമ്മൾ മാറും. കുമ്പസാരക്കൂട്ടിൽ അവിടെ അച്ഛനുണ്ട്, എന്നാലും കുമ്പസാരിക്കത്തില്ല. ആ പുറമ്പോക്കിൽ എവിടെയെങ്കിലും നിന്നിട്ട് പോവുക. നമ്മൾ വിചാരിക്കുന്ന ഒരു തലം എന്താണെന്നറിയാമോ? ഇങ്ങനെയൊക്കെ വരുന്നതിലൂടെ തന്നെ അങ്ങ് വിശുദ്ധീകരിക്കപ്പെടുകയാണ് എന്ന്. ഇല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖമുണ്ടായതിൻ്റെ പേരിൽ നാട്ടിലെ ആരെങ്കിലുമോ നിങ്ങൾ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ പോയി നിന്നതുകൊണ്ടോ അസുഖമൊന്നും ആരുടെയും മാറിയിട്ടില്ല. അത് നമുക്കറിയാം. ശരീരത്തിനൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടറെ കാണണമെന്നും മരുന്ന് മേടിക്കണമെന്നും കഴിക്കണമെന്ന് പറയാം. എന്നാൽ എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണത്തെ അത് കൃത്യമായി ഒരുക്കത്തോടുകൂടി സ്വീകരിക്കുന്നതിന് പകരം ഞാൻ കരുതുന്നത് അവിടെങ്ങാനും വന്ന് നിന്നാലും മതി, ഇവിടെങ്ങാനും നിന്നാലും മതി. പള്ളിയിൽ പോയോ എന്ന് ചോദിച്ചാൽ പള്ളിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയോ നിന്നപ്പോൾ അത് പള്ളിയിൽ പോയി എന്നുള്ളൊരു വലിയ വിശാല വിശ്വാസം നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ ഓർക്കുക, ആ വിശാല വിശ്വാസമല്ല പള്ളിക്കുള്ളിലേക്ക് കയറി വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആ അനുഭവത്തിലേക്ക് വരണം. കാരണം കുർബാന സ്വീകരിക്കുന്നതിലൂടെയാണ് ഈ നിത്യജീവന്റെ അപ്പം. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുള്ളൊരു കാര്യമുണ്ട്. എന്താ? ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരിക്കുന്നിടം വരെ ഇല്ല, മരിച്ചു കഴിയുമ്പോൾ ചാടിക്കേറി കിട്ടുന്ന ഒരു സംഭവമാണ്. അല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം അവസാനവുമല്ല തുടക്കവുമല്ല, ആസ് എ കണ്ടിന്യൂവേഷനുമാണ്. ഇവിടെ ദൈവം നൽകിയ ഈ ജീവിതത്തിൽ വിശുദ്ധ കുർബാന അനുഭവം, ഞാൻ പറഞ്ഞതുപോലെ അവനിൽ വസിക്കുന്ന ആ ബോധ്യത്തിൽ അവൻ സത്യമായും ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ തന്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ
അവൻ മറ്റൊരവസ്ഥയിലേക്ക് പ്രവേശിച്ച് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ്. അല്ലാതെ മരിച്ചു കഴിയുമ്പോൾ നിത്യജീവൻ, ഇവിടെ തന്നെ നിത്യജീവനുണ്ട്. നിത്യമായ കാരണം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ച ശേഷം നിത്യജീവൻ ഉണ്ടാവുമെന്നല്ല ഈശോ പറഞ്ഞത്. അവനിൽ നിത്യജീവൻ അവിടെ തന്നെ അങ്കുരിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ പറയുന്ന പോലെ ആയിരിക്കണം. അവനിൽ വിശ്വസിക്കുകയും അവനിൽ വേരുറപ്പിക്കപ്പെടുകയും അവനിൽ വളരുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് ഈ നിത്യജീവന്റെ അപ്പത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതമില്ല. അപരന്റെ വേദനകളെ കാണാതിരിക്കാനാവില്ല. കോർപ്പൂസ് ക്രിസ്റ്റി നമുക്കറിയാമല്ലേ, ക്രിസ്തുവിന്റെ ശരീരം. ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം സ്നേഹത്തിന്റെ കൂദാശ ലോകാവസാനത്തോളം ചേർന്ന് നിൽക്കുന്ന. അപ്പോൾ നമ്മുടെ ദേവാലയത്തിലേക്ക് വന്ന് അവസാനിപ്പിക്കുമ്പോൾ കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ പറയണം. നമ്മുടെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ദേവാലയത്തെ നമ്മൾ കാണേണ്ടത് എന്തായിട്ടാണെന്നറിയാമോ? പഴയ നിയമത്തിലെ നോഹയുടെ പെട്ടകമായിട്ടാണ്. രക്ഷിക്കപ്പെടേണ്ടവരെല്ലാം ഇതിൽ കയറണം. ഇതിൽ കയറുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. ഈ ലോകം പക്ഷേ അവസാന നിമിഷം വരെയും പറയും ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. നോഹ പെട്ടകം ഉണ്ടാക്കിയപ്പോഴും ആളുകൾ തിന്നുകയും കുടിക്കുകയും കല്യാണം കഴിക്കുകയും കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടേ ഇരുന്നു. അതുപോലെയാണ് ഇന്നും നടക്കുന്നത്. ഇന്നും നമ്മൾ ഈ ദേവാലയത്തിനുള്ളിൽ നിത്യജീവനെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും പറയുമ്പോൾ പുറത്ത് ഉള്ള ജനം അവരുടേതായ പ്രവൃത്തികളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുക. പക്ഷേ പിന്നീട് നാശത്തിന്റെ അനുഭവം കടന്നു വന്നപ്പോൾ ആരാണോ നോഹയുടെ പെട്ടകത്തിനുള്ളിൽ കയറ്റപ്പെട്ടത് അവർക്കൊക്കെ മാത്രമേ പിന്നീടുണ്ടായ ലോകം കാണാൻ പറ്റിയുള്ളൂ. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദേവാലയത്തോട് അകന്നു നിൽക്കുന്നവര്, ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാൻ മടിയുള്ളവര്, ദേവാലയത്തോടും ദേവാലയത്തിന്റെ ക്രമീകരണങ്ങളോടും മല്ലിടിക്കുന്നവര് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ദേവാലയത്തെ വിട്ട് ഒരു രക്ഷ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നോഹയുടെ കാലത്തെ ആളുകളെ പോലെയുള്ള രക്ഷയാണ്. അത് ആധ്യാത്മിക വരൾച്ചയിലേക്ക് നിത്യനാശത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ ഞാൻ അംഗമായിരിക്കുന്ന ഒരു കൂട്ടായ്മ, ഒരു കോൺഗ്രിഗേഷനാണല്ലോ ബഥനി. നമ്മുടെ പുതിയ നിയമത്തിൽ ബഥനിയെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ബഥനിയുടെ വലിയ സവിശേഷത എന്താ? ലൂക്കാ 10-ാം അധ്യായം എടുത്തേ. അവിടെ 38 മുതൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കിലിരുന്നു. പിന്നെ മർത്ത പലവിധ ശുശ്രൂഷകളിൽ മുഴുകി. അതിനുശേഷം വഴക്ക് പറയുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, 41-ാം വചനം, കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാകുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഈ നല്ല ഭാഗം ഇന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ താല്പര്യമില്ല. മർത്ത മോശക്കാരിയല്ല. മർത്ത ചെയ്തതിൽ തിന്മയുമില്ല, നന്മ തന്നെയാണ്. പക്ഷെ മർത്ത ഒരു കാര്യം മറന്നുപോയി. എന്താണ്? കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരിക്കാനായിട്ടുള്ളൊരു മനോഭാവം കിട്ടുന്നില്ല. നമ്മുടെ കുടുംബങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ, ഈ തിരുനാൾ ദിനങ്ങളിൽ ശ്രദ്ധിക്കണം. ഈശോ കടന്നു വരാൻ, ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നൊരു കുടുംബം എൻ്റെ കുടുംബമാണോ? ഈശോ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നാൽ ഇവിടുത്തെ ഏത് വീട്ടിലായിരിക്കും താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഈശോ ഇവിടെ വന്നപ്പോൾ ആദ്യം താമസിക്കാനേ വീടില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. എല്ലാവരുടെ വീടിന്റെ വാതിൽ അടച്ചത് കൊണ്ട് അവസാനം പുൽക്കൂട്ടിലാണ് ജനിച്ചത്. ഇനി ഈശോ ഒന്നുകൂടെ വന്നാൽ ഈശോയ്ക്ക് താമസിക്കാൻ എവിടെ ഒരു വീടുണ്ടാകും? അത് ഈ മർത്തായെയും മറിയത്തെയും പോലെ എപ്പോൾ വന്നാലും ഈശോയെ സ്വീകരിക്കുന്ന, ഈശോയുടെ പാദാന്തികത്തിൽ ഇരുന്ന് തിരുവചനം ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ തിരുശരീര രക്തങ്ങളെ വിശുദ്ധിയോടുകൂടി കൈക്കൊണ്ട് അവൻ എന്നിലല്ല ഞാൻ അവനിൽ വസിക്കുന്ന ആ സവിശേഷത, ക്രിസ്തുവിൽ ഞാൻ വസിക്കുന്ന ആ വലിയ അനുഭവത്തിൽ നമ്മൾ ആകിത്തീരുന്ന അനുഭവം, ഇത് കൂട്ടായ്മയായിട്ട് ഈ ഇടവകയിൽ സംഭവിക്കണം. നമ്മുടെ ഇടവകയിൽ അത്ഭുതം നടക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? പരിശുദ്ധ ബലിയിൽ എല്ലാവിധമായ ഭിന്നതകളും ഇല്ലാതായിത്തീരുന്ന ദിവസം, കലഹങ്ങൾ ഇല്ലാതാകുന്ന, വൈരാഗ്യങ്ങൾ ഇല്ലാതാകുന്ന ആ അനുഭവം കടന്നു വരാത്രത്തോളം നാൾ നമ്മൾ വിജാതീയരെ പോലെ ആഘോഷങ്ങളും ബഹളങ്ങളും ലോകത്തിന് മുമ്പിൽ കാണിച്ച് കടന്നു പോകുന്ന ഒരു ജനക്കൂട്ടത്തിനപ്പുറത്തേക്ക് കർത്താവിൻ്റെ സ്വരം നമുക്ക് കേൾക്കില്ല. 1 കോറിന്തോസ് നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ധ്യാനത്തിൽ ജെയിംസ് അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ദൈവവചനമാണ്.
അത് 1 കൊരിന്തോസ് 11 അധ്യായം 17 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. 11:17 അത്താഴ വിരുന്നിലെ ഭിന്നിപ്പിനെ കുറിച്ച് ഈശോ പറയുക. കേട്ടോണേ, പൗലോസ്ലീഹായിലൂടെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളെ പ്രശംസിക്കുന്നില്ല. എന്തെന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. ഒന്നാമത് നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അത് ഭാഗികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാവുക എന്നതും ആവശ്യമാണ്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. ഭിന്നിപ്പോടുകൂടി, വെറുപ്പോടുകൂടി, വൈരാഗ്യത്തോടുകൂടി ഈ ആലയത്തിൽ ഒന്നിച്ചു കൂടുന്ന ദൈവമക്കൾക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പം എന്താണ്? കർത്താവിൻ്റെ അത്താഴം നിങ്ങൾ ഭക്ഷിക്കാൻ യോഗ്യരല്ലാതാവുന്നു. ഓരോരുത്തരും നേരത്തെ തന്നെ തങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട് വന്ന് തൽഫലമായി ഒരുവൻ വിശന്നും. അക്കാലത്തെ ഒരു കാലഘട്ടം അതിനുണ്ട്. പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ ദരിദ്രരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിന്റെ ഒരു വെളിച്ചത്തിൽ ഇത് എഴുതുമ്പോൾ, ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് പറയുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കണം, വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുമ്പോഴേ യാതൊരു പേടിയുമില്ലാതെ, ഇന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇവിടെ ഇരിക്കുന്നവരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. ഇത് പറയുമ്പോൾ സീരിയസ് ആയിട്ട് കാണണം. എല്ലാ പെസഹ വ്യാഴാഴ്ചയും നമ്മൾ വായിക്കാറുള്ളത് ഈ ഒരു ഭാഗമാണ്. അന്ന് കേൾക്കുമ്പോൾ വളരെ ഭീതിയോടുകൂടി കേട്ടിരിക്കുകയും അന്ന് ദുഃഖവെള്ളിയാഴ്ചയുടെ സന്ധ്യ വരെയുള്ള സമയത്ത് ഇവിടെ പെസഹ വ്യാഴാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തുകയും ചെയ്യുമ്പോൾ ഭയഭക്തിയോടുകൂടി ഓർക്കുകയും പിന്നീട് മറന്നു പോവുകയും ചെയ്യുന്ന വചനം എന്താണ്? 27 മുതൽ 11:27 മുതൽ 33 വരെ എന്താണ്? തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. ഓരോ തവണയും പരിശുദ്ധ കുർബാന അനുഭവം സ്വന്തമാക്കുന്ന നമ്മുടെ മനോഭാവത്തിൽ ഇതൊന്ന് ചേർത്ത് വെക്കണം. യോഗ്യതയോടുകൂടി മാത്രമായിരിക്കണം ഞാൻ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. അങ്ങനെയല്ലാത്തവർ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ദിവസവും നമ്മൾ ഈ വചനം വായിക്കുകയും അന്നേരം വന്ന് കുമ്പസാരിച്ചിട്ട് കുർബാന സ്വീകരിക്കുക, വീണ്ടും കുമ്പസാരിക്കുക, അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈശോ കൂടെ ഉള്ളത് കൊണ്ട് കുർബാന സ്വീകരണ ശേഷം ഇത് നമ്മൾ വീണ്ടും വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇത് വായിക്കാൻ ആഗ്രഹിക്കുന്ന എപ്പോഴാണ്? കുമ്പസാരത്തിന് മുമ്പ് വായിച്ചു, പാപമെല്ലാം കൂടെ ഡംപ് ചെയ്തു, പിന്നെ അടുത്ത കുമ്പസാരത്തിനും ആ സമയത്തോടടുക്കുമ്പോൾ നമ്മൾ ഇത് പ്രത്യേകം ഓർക്കും. അങ്ങനെയല്ല, വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം നമ്മൾ എപ്പോഴും ഇത് ആവർത്തിച്ച് വായിക്കണം ഈ ഭാഗം. അതെന്തിനാണെന്നറിയാമോ? ഞാൻ വസിക്കുന്ന ഈശോയോടൊപ്പം എനിക്ക് വസിക്കുന്നതിൽ, എന്നിൽ വസിക്കുന്ന ഈശോ എപ്പോഴും എന്നോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കണം. പക്ഷെ ഞാൻ അവനിൽ വസിക്കുമ്പോൾ ആ വസിക്കുന്ന എൻ്റെ ജീവിതം എപ്പോഴും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. വീണ്ടും കേട്ടോ, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണമിതാണ്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുമായിരുന്നില്ല. രോഗം വരുന്നത്, അസുഖം വരുന്ന, ആപത്ത് വരുന്ന എല്ലാം കുർബാന വിശുദ്ധിയോടുകൂടി സ്വീകരിക്കാത്തത് കൊണ്ടാണെന്ന് അടങ്കൽ പറയുകയല്ല. പക്ഷേ നമ്മളിൽ പലർക്കും ആധ്യാത്മിക തളർച്ച തുടർച്ചയായി വരുന്നു. എന്താണത്? ആഗ്രഹിച്ചാലും വിശുദ്ധമായൊരു ജീവിതം സാധ്യമാകുന്നില്ല. ആഗ്രഹിച്ചാലും കുടുംബത്ത് സമാധാനം ഉണ്ടാവുന്നില്ല. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. തെറ്റായ തീരുമാനങ്ങൾ തുടർച്ചയായി എടുത്തുകൊണ്ടേ ഇരിക്കുന്നു. എന്താ സംഭവിച്ചത്? വിശുദ്ധ കുർബാനയിൽ എന്നോടൊപ്പമാകാൻ ആഗ്രഹിച്ച് തീഷ്ണതയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഈശോയെ വെറും അപ്പക്കഷ്ണമാക്കി മാത്രം മാറ്റിക്കൊണ്ട്
അന്ന് ഏത് യഹൂദരുടെ ഇടയിലെ ഏതൊക്കെ ആളുകളാണോ ഇവന്റെ ശരീരം എങ്ങനെ ഭക്ഷിക്കും, രക്തം എങ്ങനെ പാനം ചെയ്യുമെന്ന് ചോദിച്ച് യുക്തിയുടെ അടിസ്ഥാനത്തിൽ കർത്താവിനെ കുറിച്ച് വിചാരവും നടത്തി അവർ തന്നെ ഉത്തരവും കണ്ടെത്തി വിട്ടുപോയ ആ കൂട്ടത്തിലെ ആളുകളെ പോലെ ഇവിടെ ഇപ്പം വന്ന് ഇങ്ങോട്ട് നിൽക്കുന്നു. അതിപ്പോൾ ആരെന്തോ ചെയ്യാനാ? ഞാൻ നിൽക്കുന്നു, കുർബാന സ്വീകരണമുണ്ട്, കർത്താവ് കാരുണ്യവാനും ദയാനിധിയുമാണ്, ആയതിനാൽ തന്നെ എനിക്കൊരു കുഴപ്പവും വരില്ല എന്നുള്ള അമിതമായ ആ ഒരു കർത്താവിൻ്റെ കാരുണ്യം അത് അനന്തമാണ്. പക്ഷെ അവിടുത്തെ കോപവും അതുപോലെ തന്നെയാണ്. തോന്നിയതുപോലെല്ലാം നാം കാണിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം നിനക്ക് വിവേകമുണ്ടായിരിക്കുകയും കർത്താവിൻ്റെ കാര്യങ്ങളിൽ അവിവേകിയാവുകയും ചെയ്യുമ്പോൾ ഓർക്കുക, അവനവൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ മക്കളെ, ഈ വർഷത്തെ നമ്മുടെ ഈ തിരുനാളിൻ്റെ ഈ ധ്യാനത്തിൻ്റെ അവസാന മണിക്കൂറുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു വർഷക്കാലം നിങ്ങളെ ബലപ്പെടുത്തേണ്ടത് വിശുദ്ധ കുർബാന അനുഭവം എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ അധികമായി ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണമായും ജീവിതത്തെ കേന്ദ്രീകരിച്ച് അവനോടൊപ്പമാകുന്ന ആ അനുഭവം. അപ്പവീഞ്ഞുകൾ എപ്രകാരമാണോ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നത്, അതുപോലെ ഞാൻ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്ന അനുഭവം. വചനത്തിലൂടെ ജ്വലിക്കപ്പെടുന്നൊരു ഹൃദയമുള്ള വ്യക്തികളായി മാറുന്നു. അപ്പോൾ കർത്താവിൻ്റെ മുറിയപ്പെട്ട കർത്താവിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നു? നാഥ കൂടെ വസിച്ചാലും എന്ന് പറയുന്ന വിധത്തിലുള്ള ആ ഒപ്പം നിൽക്കുന്ന ലോർഡ് സ്റ്റേ വിത്ത് us എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ അനുഭവം. നാഥൻ എന്നെ വിട്ടു പോവരുത്. ഈ നാഥനാരാ? കർത്താവ് ഈശോ മിശിഹ. ആ ബഥനിയിലെ കുടുംബത്തിൽ എന്നതുപോലെ കർത്താവിന് ആതിഥ്യമരുളുന്ന ഭവനങ്ങളായിട്ട് കുടുംബങ്ങൾ മാറുന്നു. ഞങ്ങളുടെ ആഘോഷങ്ങൾ വെറും ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങളായിട്ടല്ല, മറിച്ച് ഏതൊരു ആധ്യാത്മികതയാണോ ഞങ്ങൾ ഈ ഇടവകയിലൂടെ ലോകത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന ആ വിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികതയെ ലോകത്തിന് നൽകാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ബലപ്പെടുത്തുന്ന ഒരു തിരുനാളിൻ്റെ ഒരുക്കം. ഈ വിശുദ്ധ കുർബാന ഇനി മുതൽ പങ്കെടുക്കുമ്പോൾ ഓർക്കണം, ഓരോ കുർബാനയും ആയിത്തീരാൻ വേണ്ടി ആദിയിലെ കാത്തിരുന്ന ഒരു ജനത്തിൻ്റെ കരച്ചിലിൻ്റെ നിലവിളിയുടെയും ഉത്തരമാണ് കാലത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. 33 വർഷക്കാലം അവനൊരു സുവിശേഷമായി മാറിക്കൊണ്ടൊരു കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലൂടെ കടന്നുപോയ വഴികളിൽ അവൻ എങ്ങനെയാണ് ഒരു വ്യക്തി കുർബാനയായി തീരുമ്പോൾ ആയിത്തീരേണ്ടതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി. വേദനിക്കുന്നവൻ്റെയും കരയുന്നവൻ്റെയും കഷ്ടപ്പെടുന്നവൻ്റെയും മുന്നിൽ ആശ്വാസമായിട്ട് മാറി, വിശക്കുന്നവൻ അന്നമായി മാറി, ഒറ്റപ്പെട്ടവന് ചേർത്ത് പിടിക്കലായിട്ട് മാറി, ക്രൂശോളം തന്നെ എളിമപ്പെടുത്തി പിതാവിൻ്റെ ഇഷ്ടത്തെ പൂർത്തീകരിച്ചു. ഒടുവിൽ നിന്ദകളും ബുദ്ധിമുട്ടുകളും പുച്ഛങ്ങളും എല്ലാം ഏറ്റെടുത്ത് തന്നെ ശൂന്യനാക്കി കുരിശോളം ചെറുതായി അവൻ നമ്മോടൊപ്പമാകാൻ പെസഹായിൽ കുർബാനയായി തീർന്നു. തന്നെ മുറിച്ചു നൽകുന്ന സ്നേഹം, ആ സ്നേഹത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശരീരവും എൻ്റെ രക്തവും പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്ത് നിത്യജീവൻ്റെ ഈ ലോകത്തെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി നിങ്ങൾ മാറണം. ആ വലിയ വിളിക്ക് ഉത്തരം നൽകാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഓരോ കത്തോലിക്കനും എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. കർത്താവ് കൂടെയുള്ളവനാണ് കത്തോലിക്കൻ. കർത്താവ് കൂടെ ഇരിക്കേണ്ടവനാണ് കത്തോലിക്ക വിശ്വാസി. നമ്മുടെ വിശ്വാസം എന്നത് ലോകത്തിന് മുമ്പിൽ അടിവെക്കാനും മല്ലിടാനും ഈ ലോകത്തിന് മുമ്പിൽ ജയിച്ചു കാണിക്കാനും അല്ല. ഈ ലോകം മുഴുവൻ നീ സ്വന്തമാക്കിയാൽ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് നിനക്ക് പ്രയോജനമെന്ന് ചോദിച്ച കർത്തൃവചനത്തിൻ്റെ അതേ ബോധ്യം നമ്മളിൽ നിലക്കട്ടെ. എന്നോടൊപ്പമുള്ളൊരു ദൈവം, അവൻ കുർബാനയാകാൻ ആഗ്രഹിക്കുന്നവൻ, ആ കുർബാന എന്നിൽ നിറവേറ്റപ്പെടണം. ഇന്ന് നിങ്ങൾക്കുള്ള ദൗത്യം എന്താണെന്നറിയാമോ? പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അതാ, ഓരോ വ്യക്തിയും കുർബാനയായിട്ട് മാറണം. പാപത്തിൻ്റെ, മ്ലേച്ഛതകളുടെ, അശുദ്ധിയുടെ എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചെറിഞ്ഞ് ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ മുഴുവൻ സമയവും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാ. കർത്താവേ, നീ സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ ബോധ്യത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്കൊരു വിശുദ്ധ കുർബാന സ്വീകരണം സാധ്യമാക്കാൻ നീ എന്നെ ബലപ്പെടുത്തണം. വെറുതെ കളഞ്ഞ് എൻ്റെ കുർബാനകളെക്കുറിച്ചുള്ള വേദന എനിക്കുണ്ടാവണം. നേരം വെളുത്ത് രാവിലെ എല്ലാവരുടെ വട്ടം കൂടി നിന്ന് ഒരപ്പവും നിന്ന് ഇറങ്ങിപ്പോകുന്ന അനുഭവമായിട്ടാണ് കുർബാനയെങ്കിൽ ഓർക്കുക, നമ്മുടെ തന്നെ ശിക്ഷാവിധിയാണ് നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. വിജാതീയരേക്കാൾ മോശമായിരിക്കും നമുക്ക് മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി. കാരണം സത്യമെന്തെന്നറിഞ്ഞിട്ടും അസത്യത്തെ സ്നേഹിക്കുന്നവർക്ക് സത്യത്തെ അറിയാത്തവരെക്കാൾ കൂടുതൽ ബാധ്യതകളുണ്ട്.
സത്യമെന്തെന്നറിഞ്ഞു, പ്രകാശമെന്തെന്നറിഞ്ഞു, പ്രകാശത്തെ ജീവിക്കാൻ വിളിക്കപ്പെട്ടു. ബഥനിയിലെ വീട് പോലെ നമ്മുടെ വീടും കർത്താവിനിടമുള്ള ഇടമായി മാറട്ടെ, കർത്താവിനോടൊപ്പം നിൽക്കുന്ന ഇടമാകട്ടെ.